സന്തോഷമുള്ളൊരു കൈ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ വലിയ മഹത്വവും സാന്നിധ്യവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചർച്ചിലുള്ള ദൈവമക്കൾ, ആമേൻ, അഭിഷക്തന്മാർ, എല്ലാ സഹോദരങ്ങൾ, പ്രായമുള്ളവർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്റർ കുടുംബം, ആമേൻ, എല്ലാവരെയും ഓർക്കുന്നു. കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. കർത്താവ് സഹായിക്കട്ടെ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നിങ്ങളെ മിനിസ്റ്റർ ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. കാരണം നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിൽ വളരെ ആഴത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അറിയാൻ പറ്റും. വലിയ ഒഴുക്കാണ്. എത്ര നേരം നിന്നാലും തീരാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെ വന്നവരൊന്ന് കൈ ഉയർത്തി കാണിച്ച്, നന്നായി ഉയർത്തി കാണിച്ച്. ഓക്കെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാവിലെ ഞങ്ങൾ വായിച്ച ഒരു വാക്യം ഒന്നെടുക്കാമോ? ഇന്ന് എല്ലാം വായിക്കാനുള്ള സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം ആണ് ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിച്ചത്. ഓക്കെ, അതിനകത്ത് അവസാനം നിർത്തിയ വാക്യം തൊട്ടൊന്ന് വായിക്കാം. രാത്രി വന്നെടുത്ത് ഞങ്ങൾ ഒരു വാക്കൊന്ന് പറയട്ടെ. അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്തുണ്ടായ ആ പരീക്ഷ, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കാനുള്ള കാരണങ്ങളൊക്കെയാണ് രാവിലെ പറഞ്ഞു വന്നത്. പൂർണ്ണമായി പറയാൻ പറ്റിയില്ല. ആമേൻ. രാവിലെ നിർത്തിയ അവിടെ തൊട്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്കതൊരു അനുഗ്രഹമായി മാറും. ഓക്കെ, വായിച്ചാട്ടെ. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു. വിറക് അടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു.
19 കൂടെ ഒന്ന് വായിച്ച, എന്തായാലും അത്രയും വായിച്ചില്ല. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്ന് മതി. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു. ആ മടങ്ങി വരൊക്കെ ഒരിക്കലും ഒരു പരാജയത്തിൻ്റെ മടങ്ങി വരലല്ല. രാവിലെ നമ്മൾ അവിടെ നിർത്തിയത്. അബ്രഹാം ബാല്യക്കാരുടെ നടുവിൽ മടങ്ങി വന്നു. എല്ലാവരും പറഞ്ഞു, അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു. എല്ലാവരും വായികൾ തുറന്ന് പറഞ്ഞു, അബ്രഹാം ബാല്യക്കാരുടെ നടുവിൽ മടങ്ങി വന്നു. രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ നിർത്തിയത് അവിടെയാണ്. അവിടെ വെച്ച് നിങ്ങൾ ബാക്കിയുള്ളവർ കേട്ടാൽ മതി. അത്രയ്ക്ക് ഇനി രാത്രിത്തെ മെസ്സേജ് കേട്ട അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഓൺലൈനിൽ കിടപ്പുണ്ട്, പോയി അത് രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് കേൾക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ രാത്രിത്തെ മെസ്സേജും കൂടെ ഒന്നുകൂടെ കേൾക്കുക. ഒരാമയും പറഞ്ഞാണ്ടേ. രാവിലെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഈ ദൂത് എടുക്കാനുള്ളൊരു കാരണം, ഞാൻ ഒത്തിരി ദൂതുകൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടും പേപ്പറിനകത്ത് എഴുതിയതും ബുക്കിനകത്ത് എഴുതിയതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചില സമയങ്ങളിൽ ദൈവം ഒരു വാക്കുമിണ്ടും, ആ വാക്കിനനുസരിച്ചായിരിക്കും ആ ദൂത് പോകുന്നത്. സാധാരണ ദൈവദാസന്മാർ കഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് മെസ്സേജിന് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് കിട്ടത്തില്ലെന്നറിയാം. കാരണം അതിനുള്ള അറിവും പരിജ്ഞാനമൊക്കെ ഉള്ളൂ. പക്ഷേ ദൈവം അതുകൊണ്ട് ഒരു വാക്കിടപെട്ട് തരും. പിന്നെ നമ്മൾ ഈ ഒരു പാക്കേജ് പോലെ ആ ദൂതുമായി കിടക്കുന്ന എല്ലാ ദൂതുകളും ഇങ്ങ് തുറന്നു വരും. ഒരു കിറ്റ് കൈ കിട്ടുന്ന പോലെ ഒരു ഫുൾ പാക്കേജായിട്ട് വാക്യവും ദൂതും പ്രവചനവും ദൈവശക്തി എല്ലാം കൂടെ ഇങ്ങ് തരും. അപ്പോൾ ഒത്തിരി എനിക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വാക്കുകളെ ഞാൻ വളരെ ഗവനിക്കാറുള്ള ഒരാളാണ്. ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ജനറേഷണൽ ബ്ലെസ്സിങ്ങുകൾ പരിശുദ്ധാത്മാവ് തുറക്കും. എനിക്ക് തോന്നുന്നു ഈ രാത്രി ഇച്ചിരി കൂടെ അത് മനോഹരമാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് കേൾക്കാനുള്ള ഒരു തലമുറയും കൂടെ ദൈവം ഇവിടെ ഇന്ന് രാത്രി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ തലമുറ ഒരിക്കലും തകർന്നു പോകത്തില്ല. നിങ്ങളുടെ തലമുറ ഒരു അനുഗ്രഹമായി മാറും. ഒരാമയും പറയുകയാണെങ്കിൽ കൈ ഉയർത്തി രാമയും പറഞ്ഞിട്ട്, ഈ ദൈവം ചിലരെ ഇങ്ങനെ 1000 പേരുടെ നടുവിൽ നിന്ന് ദൈവം സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അവൻ തൊട്ട് ഒരു പുതിയ ലൈഫ് സ്റ്റൈല്, പുതിയ ആരാധന, പുതിയ ദൈവം, പുതിയ ഇടപെടലുകൾ, പുതിയ സ്പർശനങ്ങൾ, പണ്ട് ആർക്കും കൊടുക്കാത്ത പുതിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ദൈവം തുറന്നുവിടും. ആമേൻ. അവൻ്റെ പുറകിലുള്ള ഒരു തലമുറ അനുഭവിക്കാത്ത കാര്യങ്ങളിലും വഴികളിലൂടെയും ദൈവം അവരെ നടത്തും. ആമേൻ. ഞാൻ പറയാം, ഈ ശബ്ദം കേൾക്കുന്ന ആളുകളെല്ലാം ഒരു സെപ്പറേറ്റഡായ, ഒരു വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്. നിങ്ങളുടെ മേൽ ഈ ദൂത് ഇന്ന് ശക്തമായി സംഭവിക്കും. അടുത്തിരിക്കുന്നവർ കൈയൊന്ന് കൊടുത്ത് പറഞ്ഞ്, തലമുറകളിലേക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞ്. ആമേൻ. ഒന്ന് കൈയൊന്ന് കൊടുത്ത് പറഞ്ഞ്, തലമുറകളിലേക്ക് അനുഗ്രഹം. ഈ അനുഗ്രഹവും ശാപവും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ആ ദൂതിലേക്ക് മാറുന്നില്ല. എങ്കിലും ആ വാക്കിങ്ങനെ കയറി വന്നുകൊണ്ട് പറയാം, നിങ്ങൾ ഒരിക്കലും അടുത്ത തലമുറയ്ക്ക് ശാപം കൊടുക്കുന്നവരായി മാറരുത്. ഒരാമയും പറഞ്ഞാട്ടെ. ആ ശാപം എന്ന് പറയുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത മേഖലകളിൽ ചിലപ്പോൾ ഈ സാധനം തുറക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരാമയും പറഞ്ഞാട്ടെ. നമ്മൾ കരുതുന്ന മേഖലയിലല്ലായിരിക്കും ചിലപ്പോൾ ഇത് ഓപ്പൺ ആകുന്നത്. അതേപോലെ തന്നെയാണ് അനുഗ്രഹവും. അനുഗ്രഹം നമ്മളെന്തോ വലിയ കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അനുഗ്രഹം കിട്ടണമെന്നില്ല. ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ചിലപ്പോൾ അനുഗ്രഹം വരാൻ സാധ്യതയുണ്ട്. കൈകളെ ഉയർത്തിയ രാമയും പറഞ്ഞാട്ടെ. അപ്പോൾ ഞാൻ ആ അനുഗ്രഹവും ശാപവും അല്ല എൻ്റെ വിഷയം. ആമേൻ. തലമുറകളിലേക്ക് അനുഗ്രഹത്തെ കൈമാറിയ ഒരു അഭിഷക്തനെക്കുറിച്ച് രാവിലെ തൊട്ട് ഞാൻ പറയുന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ. അപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം വളരെ വേഗത്തിൽ ഇത് പമ്പ് ചെയ്യുക അടുത്ത ജനറേഷനിലേക്ക്. വളരെ ഫാസ്റ്റായിരുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ ഇങ്ങനെ തുടങ്ങി ജോസഫ്, ഇങ്ങനെ പറയപ്പെട്ട ചിലരിലേക്ക്, ഇസ്രായേൽ മക്കളിലേക്ക്. ആമേൻ. ഇങ്ങനെ ഇത് പമ്പ് ചെയ്യുകയാണ്. പക്ഷേ ഇത് വളരെ വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ജാതികളായെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് പുറത്തുള്ള ആൾക്കാരെ കുറിച്ചാണ്. ഇത് ജാതികളായ എന്നെ നിങ്ങളിലേക്ക് ഈ അനുഗ്രഹം വരാൻ
ഒരു സാധ്യതയില്ല. അപ്പോൾ അവിടെ ഒരാൾ ഇടയ്ക്ക് നിന്നിട്ട് പറഞ്ഞു, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ നിങ്ങളിലേക്ക് വരികയാണ്, എന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അനുഗ്രഹം ഉരുളേണ്ടതാണ്, അനുഗ്രഹം കൈമാറേണ്ടതാണ്, അനുഗ്രഹം പാസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വിശ്വസ്തയോടെ നിന്നാൽ നിങ്ങളുടെ ജനറേഷനിൽ അനുഭവിക്കാത്ത ഒരു സ്റ്റെപ്പെങ്കിലും അടുത്ത തലമുറ അനുഭവിച്ചിരിക്കും, നിങ്ങളതിനകത്ത് വിശ്വസ്തനാണെങ്കിൽ. ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ നിങ്ങളെക്കാൾ ഇച്ചും കൂടെ ബെസ്റ്റായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ തലമുറകളാണ്. ഒരാമയം പറയുവാണെങ്കിൽ ആമയം പറയണം. അതിൻ്റെ ഒരു അടയാളമാണ് നിങ്ങൾ അനുഭവിച്ച പല കഷ്ടതകളും ഇന്ന് ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നില്ല. ആമേൻ. നിങ്ങൾ അനുഭവിച്ച വളരെ പെയിനുകളും ഇന്ന് അവർ അനുഭവിക്കുന്നില്ല. ആമേൻ. സമ്മതിക്കാൻ പറ്റുന്ന ഒരു കൈയൊന്ന് ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. നിങ്ങളെ ദൈവം ആ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ആ ദൂതിലേക്ക് തന്നെ വരികയാണ്. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞേ, തലമുറകളിലേക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞേ. ആമേൻ. വാക്കുകൾ തുറന്ന് പറഞ്ഞേ, തലമുറകളിലേക്ക് അനുഗ്രഹം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, റാസ്മാന. ഒന്നുകൂടെ കൈ ഉയർത്തി പറഞ്ഞ് അത് പറയുമ്പോൾ തന്നെ ഒരു ദൈവശക്തി ഇവിടെ മൂവ് ചെയ്യട്ടെ. ആമേൻ. ദൈവചലനം ഉണ്ടാകട്ടെ. റഖസതരബ. ഞാൻ തലമുറയിലേക്ക് രോഗം കൊടുക്കുന്ന ആളല്ല, തലമുറയിലേക്ക് ശാപം കൊടുക്കുന്ന ആളല്ല, ഞാൻ തലമുറയിലേക്ക് വ്യാധി കൊടുക്കുന്ന ആളല്ല. അബ്രഹാമിന് ഉണ്ടായതിൻ്റെ ഇരട്ടിയായി അടുത്ത തലമുറയിലേക്ക് കൈമാറിയതുപോലെ ആമേൻ ഒരു വലിയ കൈമാറ്റത്തിൻ്റെ പകർച്ച എൻ്റെ ജനറേഷനിലും സംഭവിക്കട്ടെ. ആമേൻ. നിങ്ങൾ ചെയ്തതിനേക്കാൾ വലുത് ചെയ്യുന്നൊരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരട്ടെ. വിശ്വസിക്കുന്നവർ ഓരോ 60 സെക്കൻഡ് കൈ ഉയർത്തി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. പ്രഭാതനം ഷമാന സാന്തര പ്രഭാതനം ലസ്മാന സതരബ. ഇത് പറയുമ്പോൾ ചില ശാപങ്ങൾ മുറിഞ്ഞു പോവുകയാണ്, ചില രോഗബന്ധനങ്ങൾ മുറിഞ്ഞു പോവുകയാണ്. അവൻ കൈമാറിയ ഈ നിന്നിൽ വന്ന് ഇടിച്ചു നിൽക്കുന്ന ചിലതിനെ കർത്താവ് മുറിച്ചു കളയുകയാണ്. എന്നോട് കർത്താവ് ആ വാക്ക് പറയുന്നു, കൈയൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. നമ്മളിൽ വന്ന് ഇടിച്ചു നിൽക്കുന്ന ചില ശാപങ്ങളെ പൊട്ടിച്ചു കളയുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ അതിനകത്ത് ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുകയാണ്. ആമേൻ. യേശുവിൻ്റെ കൈ ഉയർത്തി എന്ന് പറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ അതിൻ്റെ മേൽ ജയമെടുക്കുകയാണ്. ഒന്നും കൂടെ കൈ ഉയർത്തി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ബാർ 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 ബാഷ് ബാർത്തിയ സന്തര പ്രഭാതനം. നിർത്തല്ലേ, ഒന്നും കൂടെ ശബ്ദം ഉയർത്താമോ? സന്തര പ്രഭാതനം. കൈകൾ ഉയർത്തി ഒന്ന് പിടിച്ചേ. ഓ വരുന്നു നാഥ നിൻ തിരുസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ. കൈ ഉയർത്തി എന്ന് പറഞ്ഞ്, യേശു വലിയവൻ, അത്ഭുതങ്ങൾ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോ. കൈ ഉയർത്തി പറഞ്ഞ് ജനറേഷനിലേക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞാട്ട്. ജനറേഷൻ ബ്ലെസ്സിങ്ങൾ. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ് തലമുറകളിലേക്ക് അനുഗ്രഹം. ഈ തലമുറകളിലേക്ക് അനുഗ്രഹം കൊണ്ടുവന്ന രീതികളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ എല്ലാം പറയുന്നതിൽ അവിടം വെച്ചങ്ങ് തുടങ്ങുക. അബ്രഹാം ദൈവം പറഞ്ഞത് കേട്ട് തൻ്റെ കുഞ്ഞിനെ യാഗമാക്കി. ഓർമ്മയുണ്ടല്ലോ എത്ര പേർക്ക്? രാവിലെ വന്നവരൊന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അമ്മ യാഗമാക്കി. പോയ കാര്യങ്ങൾ പറഞ്ഞു, ഇറങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു, ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു.
പോകുമ്പോൾ വിശ്വാസത്തോടെ പോകുമ്പോൾ ആ മലയിലേക്ക് കയറുമ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും മകനും പോയി, ആ വാക്യം രാവിലെ വന്നവർ പറഞ്ഞാട്ടെ, യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. നമ്മൾ അവസാനം വായിച്ച് നിർത്തിയ വാക്യമുണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടെ ഇല്ലേ വന്നേ? ഒറ്റയ്ക്കാണോ വന്നേ? ഒന്ന് മിണ്ടിയാട്ടെ, ഒറ്റയ്ക്കാണോ വന്നേ? അവർ രണ്ടുപേരും കൂടെ വന്നേ. നിങ്ങൾ പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. ഒരാമയും പറയണം. ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ അത് സഭാഹോളിൽ തീരത്തില്ല, അതിനകത്ത് വലിയ ജീവനുണ്ടാകും. ചിലത് നിങ്ങൾ പറയുന്നവരായി മാറണം. നിങ്ങൾ വാ തുറന്ന് ചിലത് പറയുന്നവരാകണം. നിങ്ങൾ ആ വാക്ക്, ഞാൻ പ്രസംഗിക്കാനല്ല, ആ ചിന്തകളിലേക്ക് നിങ്ങളെ ഒന്ന് നടത്താനുള്ളൊരു ശ്രമം രാവിലത്തെ പോലെ ഞാൻ ശ്രമിക്കുക. ഈ പോകുന്ന സമയത്തിന് അബ്രഹാം പറഞ്ഞു, തൻ്റെ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾക്കത് ഓർമ്മയുണ്ട്. പക്ഷേ ദൈവം അനുവദിച്ചില്ല അവരുടെ മുമ്പിൽ തല കുനിക്കാൻ. നിങ്ങൾക്ക് അതോത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ എന്ത് സമാധാനം പറഞ്ഞതിന് വലിയ വാക്കൊക്കെ, വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കെ. തൻ്റെ ദാസന്മാരുടെ ഇടയിൽ തൻ്റെ തല താന്നുപോയേനെ. പക്ഷെ ദൈവം അനീതിയുടെ ദൈവമല്ല. ഞാനൊരു ദൂതും കൂടെ ഒന്നും കൂടെ ആവർത്തിക്കട്ടെ, നമ്മുടെ ദൈവം തല ഉയർത്തുന്നവനാണ്. നീ വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ട് ആ വിഷയത്തിനകത്ത് തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ആരെങ്കിലും ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ട് തല കുനിക്കേണ്ട അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ഈ ഭാഗത്തിൽ നിന്നൊരു ദൂത് പറയാം, അവൻ തല ഉയർത്തുന്ന ദൈവമാണ്. ബാല്യക്കാരുടെ മുമ്പിൽ നീ തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ബാല്യക്കാരുടെ മുമ്പിൽ നിന്റെ തല ഉയർന്ന് തന്നെ ഇരിക്കും. ഇനി ആ ദൂതിലേക്ക് ഞാൻ മാറുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. അവിടെ ആ യാത്രയിൽ അവർ ഒരുമിച്ച് നടന്നു. ഒന്ന് പറഞ്ഞേ, ഒരുമിച്ച് നടന്നു. ഈ ആരാധനയുടെ പ്രത്യേകത ഇത് ഒരുമിച്ച് നടക്കേണ്ടതും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ചർച്ചിൽ ഇത്രയും ദൈവമക്കളുണ്ട്. ഒരു 99 പേര് ഈ ചർച്ചിൻ്റെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുകയും ഒരാൾ അസ്വസ്ഥമായാൽ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അവേഗത കുറവുകൾ അവിടെ സംഭവിക്കും. ഈ യാത്രയിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരും കൂടെ ഒരുമിച്ച് വരണം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? 2 പേരെ ഉള്ളെങ്കിലും 2 പേരും ഒരുമിച്ച് നടക്കണം. ഈ യാഗപീഠത്തിൽ അബ്രഹാമിൻ്റെ യാഗത്തിനകത്ത് ദൈവം പ്രസാദിക്കാനുള്ള കാരണങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഈ യാത്രയിൽ ഇസ്ഹാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരാമയും പറഞ്ഞാട്ടെ. ഇസ്ഹാക്കിലേക്ക് 1-2 കാര്യങ്ങൾ പറയുക. അത് കാരണം ഇന്നത്തെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇതിനകത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു 120ാമത്തെ വയസ്സോടടുപ്പിച്ചാണ് ഈ ശുശ്രൂഷ, ഈ 22ാമത്തെ അധ്യായത്തിലെ കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഏകദേശം 20 വയസ്സിന് താഴെ പ്രായമുള്ള, നിങ്ങളുടെ പലരുടെയും പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെന്നോ യൗവനക്കാരൻ എന്നൊക്കെ പറയാം. ഒരു പൈതലായിരുന്നു ഇസഹാക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ. നമ്മൾ ഒരു അറിവുണ്ടാകുന്ന സമയം തൊട്ട് തന്നെ അപ്പനോട് അടി ഉണ്ടാക്കും. ഒരാമയും പറഞ്ഞാട്ടെ, ഒന്ന് സ്തോത്രമൊക്കെ പറഞ്ഞാട്ടെ. പപ്പ അതിങ്ങനല്ല, അതിങ്ങനാന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ കൊച്ചു ചെറുക്കനുമായിട്ട് ഇപ്പം പോകുന്നത് ബീച്ചിലല്ല, ഇപ്പം പോകുന്നത് ടൂറിന് പോവല്ല, ഇപ്പം പോകുന്നത് അവനെ തന്നെ കൊല്ലാനാണ്. സംശയം ഉണ്ടായോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ മലയെ കയറുന്നത് വരെ ഈ യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഇവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പാ, ഈ വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ആ വാക്ക് കേട്ടോണേ, എന്നെ കേൾക്കണേ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, മൃഗം എവിടെയാണ്? ഇന്നത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവന് വർഷിപ്പ് അറിയായിരുന്നു. അത് പറയാൻ വേണ്ടി ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇവന് വർഷിപ്പ് അറിയായിരുന്നു. ഇവിടുത്തെ എത്ര കൊച്ചുങ്ങൾക്ക് ആരാധിക്കാൻ അറിയാം?
കേട്ടുന്നില്ല. മൈക്കെടുത്ത് പാടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ ഇസഹാക്കിന് ഒരു ബോധം ഉണ്ടായിരുന്നു, ഇത് തീയും വിറകും ഉണ്ടായിട്ട് പറ്റത്തില്ല, ഇതിനകത്ത് കിടക്കാൻ ഒരാൾ വേണം. ഞാൻ നിങ്ങളെ പ്രായമുള്ളവരത്തെല്ലാം ഞാൻ പറയുക, നിങ്ങളുടെ കൊച്ചുങ്ങളെ ഡ്രൈവിങ് പഠിപ്പിക്കേണ്ട സമയമല്ല ഇത്. ഒരാമ്യം പറഞ്ഞാട്ടെ, ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന തിരക്കുകളായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റ് പലതും പഠിപ്പിക്കുന്നതിനേക്കാൾ നിങ്ങൾ അവരെ ആരാധന പഠിപ്പിക്കുക. കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആരാധനയുടെ കുറവ് കണ്ടുപിടിച്ച് അപ്പനെ ഓർപ്പിച്ച ഒരു കുഞ്ഞ്, ഒരു പൈതൽ. ഞാൻ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ച്, ഒരു 30 വയസ്സിന് താഴെയുള്ളവരെന്നാൽ കൈ ഉയർത്തിക്കോ, അല്ലെങ്കിൽ 25 വയസ്സിന് താഴെയുള്ളവർ കൈ ഉയർത്തിക്കോ, നന്നായി ഉയർത്തിപ്പിടിച്ച്. മക്കളെ, നിങ്ങൾക്ക് വർഷിപ്പ് അറിയാമോ? ആരാധന അറിയാമോ? ഒന്ന് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. നിങ്ങൾക്ക് ആരാധന അറിയാമോ? കീബോർഡ് വെച്ച് വർഷിപ്പ് ചെയ്ത്, അതല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾക്ക് എന്താ ആരാധനയെന്നറിയാമോ? നമുക്ക് ഇസഹാക്കിനെ നിങ്ങൾ ഇത്രയും പേരൊന്ന് നോക്കണം. ആരാധന എന്തോ എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് പറഞ്ഞു തരും. കയറിക്കിടന്ന് അനുസരിച്ച് സ്വയം മരിക്കാൻ കിടക്കുന്നതാണ് ആരാധന. ആരാധനയ്ക്ക് ഇത്രയും നല്ലൊരു ഡെഫിനേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരാധന എന്ന് പറയുന്നത് കൈ ഉയർത്തുന്നതല്ല, കൈ അടിക്കുന്നതല്ല, അത് മാത്രമല്ല, കയറിക്കിടന്ന് ഞാൻ യാഗം ആകാമെന്ന് പറയുന്നതാണ് ആരാധന. അമ്മ, ബൈബിളിനകത്ത് പുതിയ നിയമത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യം നിങ്ങൾ എന്നെ പറഞ്ഞ് സഹായിക്കാമെങ്കിൽ പറഞ്ഞോണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും, പറഞ്ഞാട്ടെ, ഒരാൾ പറഞ്ഞാട്ടെ. അടുത്തൊരു വാക്കുണ്ട്, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആ വാക്യം എടുത്തോ, കിട്ടിയോ? വായിക്കാമോ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഒന്നുകൂടെ വായിച്ച, എനിക്ക് അവിടെ ഒരു വാക്ക് മിസ്സായി പോയി. ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. അവിടെ പറയുന്ന ആരാധന ഏതാ? ആരാധന പറഞ്ഞ, വാ തുറന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ആരാധന മൈക്കെടുത്ത് പാടാൻ ആർക്കും പറ്റും, പ്രത്യേകിച്ച് പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, നന്നായി സ്തോത്രം പറഞ്ഞാട്ടെ. കൈയടിക്കാൻ എല്ലാവർക്കും പറ്റും, കസേരയിൽ നിന്ന് തെറിച്ചു വീഴാൻ എല്ലാവർക്കും പറ്റും. ഒരാമ്യം പറഞ്ഞാട്ടെ. ബഹളം ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും. 2 അന്യഭാഷ ഇല്ലെങ്കിൽ ഉണ്ടാക്കി പറയാൻ എല്ലാവർക്കും പറ്റും. ഒരാമ്യം പറഞ്ഞാട്ടെ. ഇതാണ് ആരാധന. ആരാധന എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവന് വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. പിന്നെ ആരാധനയുടെ ഡെഫിനിഷൻ അവിടെ മാറിയിട്ട് ആരാധന എന്നല്ല പറഞ്ഞ, യാഗം എന്നാ പറഞ്ഞ. കേട്ടവർ കൈ ഉയർത്തി രാമൻ പറഞ്ഞാട്ടെ. പിന്നെ മക്കളെ, അത് ആരാധനയുടെ ആ റല ഉടങ്ങ് മാറിയിട്ട് പിന്നെന്തോ വന്നേ? നിങ്ങൾ മിണ്ടുന്നില്ല, പറഞ്ഞാട്ടെ. യാഗമായെന്ന് ഇസഹാക്ക് പറയുക. ആരാധന എന്ന് പറയുന്നത് പാട്ട് പാടുന്നതിനപ്പുറത്ത് ഞാൻ കയറി യാഗപീഠത്തിൽ കിടക്കുന്നതാണ് ആരാധന. മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രാമൻ പറയണം. ഈ ചർച്ചിലുള്ള ദൈവമക്കളെ വിളിക്കുന്നു. നിങ്ങൾക്കൊരു പുതിയ വോർഷിപ്പിൻ്റെ മൂഡ് ദൈവം തുറന്നു തരാൻ പോവാം. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. റസ്മാന സഥരബ. എല്ലാ യൗവനക്കാരും കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. പ്രായമുള്ളവർ ആ കൈ ഒന്ന് ചേർത്തടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. റൈസ്മാന സിയാന്തേരിയ. ലസ്മ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാൻ അറിയണം. നിങ്ങൾക്കൊന്നും അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ വോർഷിപ്പ് ചെയ്യാൻ അറിയണം. നിങ്ങൾക്കൊന്നും അറിഞ്ഞുണ്ടെങ്കിൽ ദൈവത്തെ അമേൻ നിങ്ങളുടെ ശരീരങ്ങളെ യാഗമാക്കാൻ നിങ്ങൾക്കറിയണം. കൈകളൊന്ന് അടിച്ച് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ലസ്മി ധേരിയ റാസ്മാന സഥര പ്രഭാതന. എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങളെ മനസ്സിലാക്കുന്നു ഞാൻ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അച്ഛാ, ഈ ഇസഹാക്കിന് ഒരു കാര്യം അറിയായിരുന്നു, ആരാധനയുടെ കുറവറിയായിരുന്നു. നിങ്ങൾ ആ ചോദിച്ചേ,
ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ബൈബിൾ എടുത്തില്ലെങ്കിൽ പോലും ചോദിക്കത്തില്ല. രാമയും പറഞ്ഞാട്ടെ. പാട്ടുപുസ്തകം കയ്യിലില്ലെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കത്തില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഒരിക്കലും ആരാധനയുടെ ഒരു ടോക്ക് നമ്മൾ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് ആരാ പ്രസംഗിക്കുന്നതെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? രാമയും പറഞ്ഞാട്ടെ. എന്നെ സ്തോത്രം പറഞ്ഞു, അതിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് ആരാ പ്രസംഗിക്കുന്നതെന്നെങ്കിലും ചോദിച്ചോ? നമുക്കൊന്നും തമ്മില്ല. ആരോ പ്രസംഗിക്കട്ടെ, രാമയും പറഞ്ഞാട്ടെ. ആരോ വരട്ടെ. ഉപവാസമാണെന്ന് അറിഞ്ഞോ? രാമയും പറഞ്ഞാട്ടെ. ഞാൻ രാവിലെ പറഞ്ഞിട്ടൊക്കെ ഞായറാഴ്ചയാണെന്ന് അന്ന് രാവിലെ അറിഞ്ഞു. അയ്യോ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ. അങ്ങനല്ല, നിങ്ങൾ ഓർപ്പിക്കുന്നവരായി മാറണം. നിങ്ങൾ യാഗമാകണം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, മക്കളെല്ലാവരും ഇമാജിൻ ചെയ്തേ, ഒന്ന് കണ്ടേത്. ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാതെ അതിനെ കണ്ടേ. ഒരു 20 വയസ്സുള്ള, അല്ലെങ്കിൽ 22 വയസ്സുള്ള, അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള, 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ്. നമ്മളൊക്കെ എന്ത് കുരുത്തക്കേടാ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ബുക്ക് വലിച്ചു കയറും. പെട്ടെന്ന് തുടങ്ങുന്നതിന് മുമ്പിട്ട് താമസിച്ച് വന്നാലും പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് തോന്നും. രാമയും പറഞ്ഞാട്ടെ. പക്ഷേ അനുസരണയോടെ കിടക്കുന്ന കിടപ്പുണ്ടോ? കേട്ടാരെങ്കിലും ഉണ്ടോ? എന്തോ അനുസരണ. ഈ അപ്പം മണ്ടനാന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബോധമില്ല. എൻ്റെ പൊന്നപ്പ, നിങ്ങൾ ഈ വിറകൊക്കെ എടുത്തുകൊണ്ടുവന്നപ്പോൾ എന്നാ ആട്ടുംകുട്ടിയും കൂടെ എടുത്തുകൂടായിരുന്നു? അപ്പം മണ്ടനാന്നും പറഞ്ഞില്ല, ബുദ്ധിയില്ലാത്തവനാന്ന് പറഞ്ഞില്ല. കുഞ്ഞുങ്ങളെല്ലാം കേട്ടോണേ. ഇയാൾക്കൊരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ട് ആരെങ്കിലുമൊക്കെ ജീവനോടെ. ഇസാക്ക് പറഞ്ഞു, എന്തിയെ യാഗമൃഗം എന്തിയെ? അപ്പം പറഞ്ഞു, മോനെ കരുതും. അത് ഈ അപ്പനെയും കൂടെ സംശയിപ്പിക്കുന്ന അടുത്തൊരു ചോദ്യം ചോദിച്ചില്ല. ആമേൻ, 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 ആമേൻ. ഞാൻ ഈ കുഞ്ഞുങ്ങളോടെല്ലാം പറയാം, യൗവനക്കാരോടെല്ലാം പറയാം, ഈ ചർച്ചിൽ ആമേൻ ആദ്യം ദൈവസാന്നിധ്യം അനുഭവിക്കേണ്ട നിങ്ങളായിരിക്കണം. കൊതിയുണ്ടെങ്കിൽ കൈ ഉയർത്തി ആമേൻ പറയണം. കുഞ്ഞുങ്ങൾ കൈ ഉയർത്തി ആമേൻ പറയണം. യൗവനക്കാർ കൈ ഉയർത്തി ആമേൻ പറയണം. ഒരു 30 വയസ്സിന് താഴെയുള്ളവർ കൈ ഉയർത്തി ആമേൻ പറയണം. ഇവിടെ സാന്നിധ്യത്തിൻ്റെ ഒരു ലാഞ്ചനെങ്കിലും അടിച്ചാൽ, ഒരു ചെറിയ സ്പർശനമെങ്കിലും അടിച്ചാൽ, അത് നിങ്ങൾ ആദ്യം അനുഭവിച്ചിരിക്കണം. കൈകളോ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഒരു പെയിൻ വെക്കുകയാണ്. ഞങ്ങളുടെ ഈ ചാത്തന്നൂർ ചർച്ചിൻ്റെ ആ സമയങ്ങളിൽ, തുടക്ക സമയങ്ങളിൽ ആളുകൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഭയങ്കര ആനന്ദമാണ്. അവിടെ ആള് ഇപ്പോൾ ഒരു ദിവസം 10 പേര് വന്ന് വെച്ചേക്കും. ചില ദിവസങ്ങളിൽ 5 പേര് വരാം, ചിലപ്പോൾ 20 പേര് വരാം, ചില ദിവസങ്ങളിൽ ഒരാൾ വരും. ഈ ഒരാളൊക്കെ വരുന്ന സമയങ്ങളിൽ ഭയങ്കര പ്രയാസമാണ്. രാമയും പറഞ്ഞാട്ടെ. നിങ്ങൾ സഭയുടെ ഗ്രോത്തിൽ സന്തോഷിക്കാൻ പഠിക്കണം. കേട്ടെങ്കിൽ ഒരു ഹല്ലേലൂയയും 2 സ്തോത്രം എനിക്ക് കിട്ടി. ഇവിടെ ആള് വർദ്ധിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ഇവിടെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ സന്തോഷിക്കണം. ഇവിടെ ആനന്ദം ഉണ്ടാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സമയങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. കൈയൊന്ന് ഉയർത്തി രാമൻ പറഞ്ഞാട്ടെ. പുതിയ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ അടുത്തിരുന്ന് ഉറങ്ങരുത്. ഈ സഭയിലുള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്തി പിടിച്ചാട്ടെ. ഈ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്നീ അങ്ങ് അടുത്ത് ആരെ ഇരുത്തരുത്. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾ ആരെയും അടുത്തിരുത്തരുത്. നിങ്ങളടുത്ത് ഒരു പുതിയ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങിയാൽ ഇതാണ് സഭയെന്ന് ചിന്തിച്ചാൽ പോയി. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾ അവിടെ നിന്ന് കത്തണം, നിലവിളിക്കണം, കരയണം. ഞങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഈ ഒരു വിടുതലും എന്തോ ഒരു ബുദ്ധിമുട്ടിങ്ങനെ സഹോദരി ഉണ്ടാക്കി. അന്നേരം ആ സഹോദരി ഇന്ന് അത്രയും സ്ഥലത്തങ്ങ് ആൾക്കാരങ്ങ് ലൈവായി. രാമയും പറഞ്ഞാട്ടെ. അതുവരെ കൈയൊക്കെ കെട്ടിയിരുന്ന ആളാണ്. എന്നാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഓരോ ഏരിയയിൽ ഒരു 10 പേരെ വെച്ച് തരണേന്ന്. ഈ സഹോദരന്മാരുടെ ഇടയിൽ ഒരു 5 പേരെങ്കിലും വേണം ഇവിടെ ഇത്രയൊന്ന് ഇളക്കാൻ വേണ്ടി. ഇവിടെ ഒരു 3 പേര് വേണം. ഇവിടെ കുഴപ്പമില്ല, എന്നാൽ ഇവിടെ 2 പേരെ ഇരുത്തുന്ന നല്ലതായിരിക്കും. 2 ഭൂതമൊക്കെ ഉള്ള ഒരു ചർച്ച വരുന്നത് നല്ലതാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇവരിളവുമ്പോഴെങ്കിലും ഇവരിളവും, അല്ലാതെ ഇവർ ദൈവത്തെ കണ്ടിനി ഇളവും തോന്നില്ല. ഒരാമയും പറഞ്ഞാട്ടെ.
നിങ്ങൾ അടുത്തൊരാൾ വന്നാൽ അവൻ കത്തി ജ്വലിച്ചിട്ടേ പോകാവുള്ളൂ. ശുശ്രൂഷ എന്ന് പറയുന്നത് ഇവിടുന്ന് പ്രസംഗിച്ച് ഞങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ അവിടെ ഇരുന്ന് അങ്ങോട്ട് കത്തുമ്പോൾ അടുത്തിരിക്കുന്ന ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടണം. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ രാമൻ പറഞ്ഞോണം, കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞോണം. ഉത്സാഹത്തിൽ മടിപ്പില്ലാത്തവരായി മാറണം, ആനന്ദമുള്ളവരായി മാറണം. നിങ്ങളുടെ സ്തോത്രവും ചിരിയൊക്കെ കാണുമ്പോൾ അവർക്ക് അടുത്ത ആഴ്ചയും വരാൻ ഒരു കാരണമാകണം. ഞാൻ എന്തോ പറയുന്നത്, ആമേൻ. ഈ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ ഈ ചർച്ചിൻ്റെ ഗ്രോത്തിൽ സന്തോഷിക്കണം. പറഞ്ഞേ, ഗ്രോത്തിൽ സന്തോഷിക്കണം. ഇവിടുത്തെ ആരാധനയിൽ സന്തോഷിക്കണം. ഒരിക്കലും നിങ്ങൾ കവർ കേൾക്കുന്ന ആളാകരുത്. സഭയിലുള്ള ആൾക്കാർ താമസിച്ചേ പോകാള്. രാമൻ പറഞ്ഞാട്ടെ, സഭയിലുള്ള ആളുകൾ നേരത്തെ വരണം. രാമൻ പറഞ്ഞാട്ടെ. ഞാൻ രാവിലെ ഈ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് പോയ കാര്യം പറയുന്നുണ്ട്. അത് വീട്ടിൽ പോയിട്ട് യൂട്യൂബിൽ നിന്ന് കേൾക്കണം. രാമൻ പറഞ്ഞാട്ടെ. ഇനി സമയമില്ല. അങ്ങനെയാണെങ്കിൽ ചർച്ചിൻ്റെ ഗ്രോത്തിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ചർച്ചിനുണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിങ്ങൾ കൂടെ നിൽക്കണം. കേട്ടെങ്കിൽ കൈ ഉയർത്തി രാമൻ പറഞ്ഞാട്ടെ. എപ്പോഴും ഉയർച്ചയും താഴ്ചകളൊക്കെ വരും. ഉയർച്ചകളിൽ സന്തോഷിക്കണം. താഴ്ചകൾ ഉണ്ടാകുമ്പോൾ ചേർന്ന് നിൽക്കണം. കൈകൾ ഉയർത്തി രാമൻ പറഞ്ഞാട്ടെ. പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ ആരാധന ഇവിടെ വരുന്നവരെ ഞെട്ടിപ്പിച്ച് കളയണം. കൈകൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇവിടെ ഈ അപ്പൻ്റെ കൂടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്ന ഇസഹാക്കുമാരെ ദൈവം ജനിപ്പിക്കും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായികൾ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രഭാതന തീയെ അടച്ചു കളയുന്ന തലമുറയല്ല, ആ സ്വർഗത്തിന് തുറക്കാൻ പറ്റുന്ന രീതിയിൽ ആമേൻ അങ്ങനെ പാകമുള്ള പക്വതയുള്ള ഇസഹാക്കുമാരെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുന്നു. അത് ഞാനാണെങ്കിൽ ആ കൈയൊന്ന് അടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. കൈ അടിക്കുകയാണെങ്കിൽ നല്ലവണ്ണം അടിക്കണേ. ശബ്ദം ഉയർത്തുവാണെങ്കിൽ നല്ലവണ്ണം ശബ്ദം ഉയർത്തണേ. അതരങ്ങൾ തുറക്കുവാണെങ്കിൽ നല്ലവണ്ണം അതരങ്ങൾ തുറക്കണേ. പ്രബോധനം. എന്നോട് പരിശുദ്ധാത്മാവ് ഈ ദൂത് ഞാൻ പറയാൻ നിൽക്കുക, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചില യൗവനക്കാർ റെഡി ആവുകയാണെങ്കിൽ നീ കാരണം സ്വർഗം തുറന്നു വരുന്നത് നീ കാണാൻ പോകുക. ചില യൗവനക്കാർ പുതിയ വർഷിപ്പിന്റെ തലങ്ങളിലേക്ക് ദൈവം കയറുകയാണ്. അവർ യാഗമാണ്. അവർ ഐഡിയ പറയുന്നവരല്ല. അവർ സ്വയം യാഗമാകുന്ന ചിലരെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. ഒന്നൊന്ന് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. റാമ എല്ലാവരും ഒന്ന് ശബ്ദം ഉയർത്തിക്കേ. മോറിയ മലയിൽ ഇറങ്ങി അതേ തീ ഇതിനകത്ത് ചില കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങിയാണ്. ശമാന സതന പ്രഭാതന പ്രഭാതന. എനിക്കറിഞ്ഞൂടാ, അമ്മേ, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. അപ്പൻ അമ്മേൻ ഒരുക്കി വെച്ച യാഗപീഠത്തിന്റെ തീയുടെ വാതിൽ അടയ്ക്കുന്നവനല്ല, അപ്പനെ സഹായിച്ച് അമ്മേൻ ആ തീയുടെ അമ്മേൻ ആ വേഗതയെ വർദ്ധിപ്പിക്കുന്ന ഒരു തലമുറയെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ അടയ്ക്കുന്നവരല്ല, നിങ്ങൾ തുറക്കുന്നവരായി മാറട്ടെ. കൈയൊന്ന് അടിച്ച് ചില ഐസക്കുമാർ, ഒരു ഐസക്ക് ജനറേഷൻ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. പരാതിക്കാരിവിടെ വേണ്ട, പരിഭവം പറയുന്നവര് വേണ്ട, കമന്റ് അടിക്കുന്നവരിവിടെ വേണ്ട. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാനാ വിടവ് നികത്താം. കൈയൊന്ന് അടിച്ചൊരാമേൻ പറഞ്ഞാട്ടെ. ഒരു മിനിറ്റ് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവാത്മാവ് ചിലരെ, ഈ സഭയ്ക്കകത്തുള്ള ചിലരെ ദൈവം വിളിക്കുന്നു. ആ യാഗപീഠത്തിൽ എന്താണ് കുറവ്? ആ കുറവ് നീ ആകണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. യാഗപീഠത്തിൽ എന്താണ് കുറവ്? അത് തീ ആണെങ്കിൽ നീ തീ ആയിക്കോണം.
വിറകാണെങ്കിൽ ആ വിറക് നീ ആയിക്കോണം. അത് യാഗവസ്തു ആണെങ്കിൽ ആ യാഗവസ്തു നീ ആകണം. എനിക്ക് ആഗ്രഹമുണ്ട് പാസ്റ്ററെ, ഈ ദേശത്തിലെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി, അമ്മേ കേരളത്തിൻ്റെ ഉണർവിന് വേണ്ടി, അമ്മേ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഞാൻ അതാകാമെന്ന് കൈ ഉയർത്തി പറയാൻ പറ്റുന്നവർ കൈയൊന്ന് ഉയർത്തിയൊന്ന് പിടിച്ചാട്ടെ. ഓ, കൈയൊന്ന് ഉയർത്തി പിടിച്ചൊന്ന് വിരലുകൾ ചലിപ്പിച്ച് ലാ സറ്റേരിയ പ്രബാധന. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു പുതിയ, നിനക്ക് എപ്പോഴും സാന്നിധ്യം ചുമക്കാൻ പറ്റും. നിന്നോട് എപ്പോഴും ദൈവം മിണ്ടുന്നത് നിനക്കറിയാൻ പറ്റും. എപ്പോഴും പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കുന്നത് കാണാൻ പറ്റും. എല്ലാ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ ഓരോ സെറ്റേരിയ അന്തേരിയ കൈകളിൽ വലിയ ദൈവ സാന്നിധ്യം. എല്ലാ കുഞ്ഞുങ്ങളൊന്ന് ശബ്ദം ഉയർത്തിയേ. ആ ഗ്യാപ്പ് ഞാൻ നികത്താം. ഓ കൈകൾ താത്തിടല്ലേ, കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. മാറാമാ സന്ദരബ ഹർത്തന പ്രഭാത. We worship you, Lord. കർത്താവ് പറയുന്നു, ഇപ്പൊ ഇവിടെ തീയുണ്ട്, വിറകുണ്ട്. ദൈവത്തിന് ഈ സീസണിൽ കുറവ് യാഗമൃഗമാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, തീയുണ്ട് ഇവിടെ, കേരളത്തിൽ തീയുണ്ട്. ഞാനൊരു ദൂത് പറയാം, ആമേൻ പറയണം. കേരളത്തിൽ തീയുണ്ട്, കേരളത്തിൽ വിറകുമുണ്ട്. ദൈവത്തിന് വേണ്ടത് തീയുമല്ല വിറകുമല്ല, ഇത് കിടന്നു കൊടുക്കാൻ ഒരാളെ വേണം. ഈ ദൂത് മനസ്സിലാക്കുന്നവർ കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കണം. തീയുമുണ്ട് വിറകുമുണ്ട്, പക്ഷെ ദൈവത്തിന് വേണ്ടത് ഒരു ഐസക്കിനെയാണ്. ആ ഐസക്ക് ഞാനാകാമെന്ന് പറയാൻ പറ്റുന്നവർ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. മോനെ, നിനക്ക് നിന്റെ സ്വപ്നം തകരുന്ന രാത്രിയായിരിക്കും. ഈ യാഗപീഠത്തിൽ നിന്റെ പ്രതീക്ഷകൾ നശിച്ചു പോകുന്ന ആമേൻ സമയമായിരിക്കും. ഈ യാഗപീഠത്തിൽ നിന്റെ ആഗ്രഹങ്ങൾ നശിക്കുന്നത് പോലെ നിനക്ക് തോന്നുമായിരിക്കും. പക്ഷെ കൈയൊന്ന് ഉയർത്തി പറ, ഞാനാകാന്ന് പറ. ഈ ദൂത് ഇത് പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും ഒന്ന്, പാസ്റ്റർ ഇത് ഞാനാകാമെന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തിയോ എഴുന്നേറ്റോ നിൽക്കാമോ? ഞാൻ പ്രസംഗം നിർത്തുമല്ല, പക്ഷെ എന്തോ കർത്താവ് ഈ ദൂത് ഇങ്ങനെ പറയാൻ പറയുന്നു. നമ്മുടെ ഇടയിൽ തീയുണ്ട്, എല്ലാവരും അല്ല. അങ്ങനെ കർത്താവ് മിണ്ടിയവർ, ഇതെന്നോട് അടുത്ത ദൂത് ബാക്കിയുള്ളവരടുത്ത് മിണ്ടും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ നിൻജീവനൻ പേർക്ക തന്നദീനാ യേശു എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻജീവനൻ പേർക്ക തന്നദീനാ യേശു എൻ്റെ സർവവും എല്ലാ. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിൻജീവനൻ പേർക്കാ തന്നദീനാ യേശു എൻ്റെ സർവവും എല്ലാറ്റി. ആ വരികൾ മാത്രം പറഞ്ഞ്, നിൻജീവനൻ പേർക്കാ തന്നദീനാ യേശു എൻ്റെ സർവവും നിൻജീവനൻ പേർക്കാ തന്നദീനാ യേശു എൻ്റെ സർവവും എല്ലാറ്റിലും. പക്ഷേ ഈ ദൂത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഇതെല്ലാം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ എന്നോട് ഇവിടെ വെച്ച് മിണ്ടുന്നു. തീയുണ്ട് ഇവിടെ, കേരളത്തിൽ തീയുണ്ട്, കേരളത്തിൽ വിറകുണ്ട്, പക്ഷേ ആരും കിടക്കാൻ റെഡിയാകുന്നില്ല. കൈ ഒന്ന് ഉയർത്തിയത് സമ്മതിക്കാമെങ്കിൽ ഒന്ന് സമ്മതിച്ചാട്ടെ. ആരും ഒരിക്കലും യാഗമൃഗമാകുന്നില്ല.
യാഗമൃഗം ഒരുങ്ങിയാൽ മാത്രമേ സ്വർഗത്തിന് തുറക്കാൻ കഴിയത്തുള്ളൂ. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ റെഡിയാന്ന് പറ, ഞാൻ റെഡിയാന്ന് പറ. ഈ സഭയ്ക്കകത്ത് ചിലരെ ദൈവം വിളിക്കുന്നു. ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വർഷിപ്പ് ചെയ്താട്ടെ. ഓ യേശു, കൈയൊന്ന് ഉയർത്തി, കൈയൊന്ന് ഉയർത്തി. ഒറ്റ മിനിറ്റ് ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. ഒന്ന് കൈ ഒന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞ്, എന്നെ മുറ്റും കൊടുക്കുന്നപ്പാ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. ആരാധന ആരാധന ആരാധന. കൈകൾ ഉയർത്തി പറഞ്ഞേ, ആരാധന ആരാധന ആരാധന. കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, ആരാധന ആരാധന. പിടിച്ചു, തുറക്കട്ടെ അത്. കൈകൾ ഉയർത്തി പറഞ്ഞ ആരാധന ആരാധന. രണ്ട് കൈ ഉയർത്തി പറഞ്ഞ് ആരാധന ആരാധന ആരാധന. കർത്താവ് വിളിക്കുന്ന അച്ഛാ, കർത്താവിന് വേണം. കൈയൊന്ന് ഉയർത്തി ഒരു മിനിറ്റ് ഒന്ന് വർഷിപ്പ് ചെയ്ത്. നെഞ്ചീവനൻ തന്നതീനാ നീ എൻ്റെ സർവ്വം എല്ലാറ്റിലും. നെഞ്ചീവനൻ പേർക്കാ. കൈ ഉയർത്തി പറഞ്ഞ് തന്നതീനാ യേശു എൻ്റെ സർവ്വം എല്ലാത്തിനും. എനിക്ക് ഒറ്റ മിനിറ്റ് കൂടെ നിൽക്കുക. ഒന്ന് നിന്നേ 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 നിന്നേ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് We worship you, Lord. ഒന്ന് ശബ്ദം ഉയർത്തി, നിങ്ങളുടെ ശബ്ദം ഉയർത്തി ഒരു ആരാധന കൊടുത്തു. ദൂതന്മാർ ചലിക്കുന്നു, ദൈവ സാന്നിധ്യം ചലിക്കുന്നു, ദൈവ മഹത്വം ചലിക്കുന്നു. ആമേൻ. ആ ജനറേഷന് ബ്ലെസ്സിങ്ങുകൾ ആമേൻ അബ്രഹാമിൽ നിന്ന് ഐസക്കിലേക്ക് അത് കൈമാറുകയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ഐസക്കിലേക്ക് ആ യാഗത്തിലൂടെ പാസ് ചെയ്യുകയാണ്. ഇന്നൊരു പാസിങ് നടക്കുകയാണ്, ഒരു കൈമാറ്റം നടക്കുകയാണ്. ഒരു മിനിറ്റോടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. ഈ ശബ്ദം ഉയർത്തിക്കോണം. ചിലരുടെ തൊണ്ടയിൽ ദൈവ ശബ്ദം ആരാധനയുടെ ശബ്ദം കൊടുക്കുകയാണ്. ചിലരുടെ ഹൃദയത്തിൽ ആരാധനയുടെ ശബ്ദം കൊടുക്കുകയാണ്. ചിലരുടെ ജീവൻ കൊണ്ട്, പ്രാണൻ കൊണ്ട്, ശ്വാസം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. കൈയൊന്ന് അടിച്ച് ഒരു 60 സെക്കൻഡ് ദൈവത്തിന് ആരാധന കൊടുത്തേ. ഞാനിപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കൂടെ കൈയടിച്ചൊന്ന് പ്രാർത്ഥിച്ചോണം. ഈ ജനത്തിന്റെ ആരാധനയുടെ പരിമിതികൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. ആരാധനയുടെ പരിമിതികൾ
ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന്റെ പരിമിതികൾ കൈയടിച്ചതിനെ പൊട്ടിക്കുക, വാ തുറന്നതിനെ പൊട്ടിക്കുക. പുതിയ ഭാഷകൾ ദൈവം തരികയാണ്, പുതിയ കൃപാവരങ്ങൾ ദൈവം തരികയാണ്, പുതിയ ശക്തി ചരണമേൽ തരികയാണ്. ഈ തലമുറയിൽ നിനക്കൊന്നും അറിഞ്ഞൂടെങ്കിലും ഇന്ന് രാത്രി തൊട്ട് ഈ ആരാധനയുടെ കുറവ് പറയാനല്ല, ആ കുറവ് നികത്താൻ ഒരു അഭിഷേകം കൈമാറട്ടെ. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഒരു വർഷിപ്പിന്റെ തലം ഇതിനകത്ത് തുറക്കട്ടെ, ഒരു വർഷിപ്പിന്റെ തല ഇതിനകത്ത് തുറക്കട്ടെ, വർഷിപ്പിന്റെ തല ഇതിനകത്ത് തുറക്കട്ടെ. കൈകൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പറഞ്ഞ അടുത്തിരിക്കുന്നൊരു കൈ ഒന്ന് തൊട്ട് പറഞ്ഞ ജനറേഷൻ ബ്ലെസ്സിങ്ങുകൾ, അനുഗ്രഹം തലമുറകളിലേക്ക് പറഞ്ഞേ, അനുഗ്രഹം തലമുറകളിലേക്ക് പറഞ്ഞ 3 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞേ. ഈ അനുഗ്രഹത്തെ കൊണ്ടുപോകുന്ന ഈ നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടിരുന്നോണം. അനുഗ്രഹം തലമുറകളിലേക്ക് പറഞ്ഞേ. ഇസഹാക്ക് യാഗപീഠത്തിൽ കിടന്നപ്പോൾ സംഭവിച്ചത്, ഇസഹാക്ക് ആ യാഗപീഠത്തിൽ കിടന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ആ അനുഗ്രഹത്തിന്റെ ഒരു കൈമാറ്റം അവിടെ സംഭവിച്ചു. അതിനകത്ത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഇസഹാക്കിലേക്ക് അനുഗ്രഹം മൂവ് ചെയ്തത് ഒരു യാഗമായപ്പോഴാണ്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ പാസിങ് സംഭവിക്കുന്നത്, ഒരു ട്രെയിൻ ഓടാൻ അതിനകത്തൊരു റെയിൽവേ എന്തോ പറയുന്നേ, ഒരു ട്രാക്ക് വേണമെങ്കിൽ, അനുഗ്രഹത്തിന് മൂവ് ചെയ്യണമെങ്കിൽ ഒരു യാഗം, ഒരാൾ ഓരോരുത്തരും യാഗമായി മാറണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ആ വാക്കൊന്നും കൂടെ പറയട്ടെ. ആമേ. നിങ്ങൾ ഈ ദൂതിന് പുറത്തും പ്രതികരണം നടക്കുന്നുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഈ ദൂതിനെ അങ്ങനെ ചെയ്യുക. നമുക്ക് എന്തായാലും പൈസ ചിലവൊക്കെ ഇല്ല, ആരോ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. ജനറേഷൻ ബ്ലെസ്സിങ്ങുകൾ. വാ തുറന്ന് പറഞ്ഞാട്ടെ, ജനറേഷൻ ബ്ലെസ്സിങ്. ഒന്നും കൂടെ ഞാൻ പറയാം, ആ വാക്ക് നിങ്ങൾക്ക് വ്യക്തമായില്ലെന്ന് തോന്നുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം ഇസഹാക്കിന് കിട്ടി. ഇസഹാക്കിൻ്റെ അനുഗ്രഹം അത് യാക്കോബിന് പോകണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു യാഗമൃഗമാകുമ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ പാസിങ് നടക്കും. അത്രയും മനസ്സിലായോ? ഒരു വാഹനത്തിന് ഓടാൻ ഒരു വഴി വേണമെങ്കിൽ, ട്രെയിൻ ഓടാൻ ഒരു ട്രാക്ക് വേണമെങ്കിൽ, വിമാനത്തിന് ഓടണമെങ്കിൽ, പറക്കണമെങ്കിൽ അതിൻ്റെ ഫ്ലൈയിങ് സിഗ്നലുകൾ വേണമെങ്കിൽ, ഒരഭിഷേകമുള്ളവൻ്റെ മേൽ അനുഗ്രഹത്തിൻ്റെ കൈമാറ്റം നടക്കണമെങ്കിൽ അവൻ സ്വയം യാഗമായി മാറണം. കേട്ടവർ കൈ ഒന്ന് ഉയർത്തിയൊരാമേൻ പറഞ്ഞാട്ടെ. അനുഗ്രഹത്തിന് എളുപ്പവഴിയില്ല, സ്വയം യാഗമാകുക. കേട്ടവർ കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇരുന്നാട്ടെ വാക്യം കൂടെ പറയട്ടെ. റാസ്മാന സെഖിതേരിയം. 3 പേർക്ക് കൈ കൊടുത്ത് ഒന്നുകൂടെ പറഞ്ഞേ, തലമുറകളിലേക്ക് അനുഗ്രഹം. ക്ഷീണിച്ചോ? മിണ്ടിയാട്ടെ. എന്നെ നോക്കിയേ. ക്ഷീണിച്ചോ? മതിയോ? ഇന്നിത്രയും മതിയോ? ബാക്കി വേണോ? പറ. ഒന്നും ആയില്ല. ഇനി 2 ദിവസം പ്രസംഗിച്ചാലും തീരുമെന്ന് തോന്നില്ല. രാമയും പറഞ്ഞാട്ടെ. നിങ്ങൾ കേൾക്കേ മക്കളെ, നിങ്ങളോടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാക്കെങ്കിലും ഒന്ന് പിടികിട്ടണേന്ന് ആഗ്രഹിക്കും. ഇനി പിടികിട്ടിയില്ല, അവസാനം നമ്മൾ പ്രാർത്ഥിക്കും. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ വരിക. ഇസഹാക്ക് ചോദിച്ചു, അപ്പാ എന്തോ പറഞ്ഞ വാക്ക് എന്നെ പറഞ്ഞ് സഹായിച്ചേ.
മൃഗം ഇല്ലല്ലോ. അപ്പം പറഞ്ഞു യഹോവ ഇരയെന്ന്. കൈ ഒന്ന് ഉയർത്തി പറഞ്ഞേ, കരുതൂന്ന് പറഞ്ഞേ. ഈ പറയുന്ന വാക്കുകൾ, ഈ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടൊരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും പോസിറ്റീവായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഈ ആരാധനയിൽ അത് പറഞ്ഞത് അതിന് വിടുതൽ പിടിച്ചോണം. രാമൻ പറഞ്ഞാട്ടെ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും. എവിടെയെങ്കിലും ഒരു ദൈവസാന്നിധ്യം തുറന്നു വരുമ്പോൾ ആ വിഷയത്തിനകത്ത് അതിനെ ഞാൻ ചുമ്മാ എടുത്ത് അങ്ങോട്ട് ഇടും. രാമൻ പറഞ്ഞാട്ടെ. ഒന്നെങ്കിൽ വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ദൈവസാന്നിധ്യം തുറന്നു വരുമ്പോൾ നിങ്ങൾ ആ വിഷയം പറഞ്ഞു പ്രാർത്ഥിക്കണം. രാമൻ പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ ഒരു വലിയ വചനം വെളിപ്പെടുമ്പോൾ ആ വചനത്തെ നിങ്ങളുടേതാക്കി എടുക്കണം. കൈ ഒന്ന് ഉയർത്തിയ രാമൻ പറഞ്ഞാട്ടെ. ഇത് ചെയ്യുന്നവരൊന്ന് കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഇനി ആ വാക്കിലേക്ക് വരികയാണ്. ഇസ്ഹാക്ക് പറഞ്ഞു, യാഗവസ്തു എവിടാന്ന് പറഞ്ഞു. യഹോവ അങ്ങനെ ആ കരുതോന്നൊന്ന് പറഞ്ഞേ. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ശാന്തമായി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശബ്ദം ഉയർത്തിയൊരു സ്തോത്രം പറയണം. അസാധാരണമായ കരുതൽ കാണും. ഞെട്ടിച്ചു കളയും, നിന്നെ അത്ഭുതപ്പെടുത്തി കളയും. കാരണം ഇന്ന് രാത്രി ഈ ദൂത് നിങ്ങൾ കേട്ട് ആമേൻ പറഞ്ഞിരിക്കുകയാണ്. വാ തുറന്നത് പറഞ്ഞ യഹോവ കരുതോ, യഹോവ ഇരെ വെളിപ്പെടാൻ പോകുകയാണ്. കൈ ഉയർത്തി പറഞ്ഞ അവൻ കരുതെന്ന് പറഞ്ഞ്. ഇനി ആ വാക്കിലേക്ക് വന്നേ. അവർ കയറി യാഗപീഠത്തിലേക്ക്. ആമേൻ. ആ മലയുടെ മുകളിൽ ചെന്നു. നിങ്ങളത് കേൾക്കരുത്, കാണാൻ പഠിക്കണം. പ്രസംഗം കേൾക്കരുത്, കാണണം. അവർ കയറി ആ യാഗപീഠ ആ പ്രത്യേക സ്ഥലത്ത് വന്നു. ആമേൻ മലമുകളിലേക്ക് ചെന്നു. ആമേൻ. അവിടെ എന്താ പറയുന്നത്, അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്. ഈ അബ്രഹാം അടുക്കി ഒന്ന് പറഞ്ഞേ. ഈ യാഗപീഠം അടുക്കി. അവിടെ എവിടെയൊരു വാക്ക് കിടപ്പുണ്ട്, വിറകടുക്കി. ഓക്കെ, താങ്ക് യു. വിറകടുക്കി. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇത് ഭയങ്കര ഓർഡറിന് പോകേണ്ട ഒരു സാധനം. അടുത്തിരുന്ന് കൈയെടുത്ത് പറ, ഇതിനൊരു ഓർഡർ ഉണ്ടെന്ന് പറ. ഈ കുത്തഴിഞ്ഞ പുസ്തകമല്ല ആരാധന. നല്ല കൈ ഒന്ന് ഉയർത്തി തരാൻ പറയണം. ഇതിനൊരു അടുക്കുണ്ടെന്നേ. ഇതിങ്ങോട്ട് ചുമ്മാ ഓടിയൊന്ന് ഞാൻ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ സാന്നിധ്യമൊന്നും ഉണ്ടാകത്തില്ല. കർത്താവ് എന്നെ തുടങ്ങുമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ജീവനോടെയൊക്കെ? ഇതിനൊരു അടുക്കുണ്ട്. അബ്രഹാം അടുക്കി. കേൾക്കുന്നുണ്ടോ ആരെങ്കിലൊക്കെ? എന്ത് ചെയ്തു? വിറക് അടുക്കി. ഈ ചെറുക്കൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പിട്ട് എങ്ങനെങ്കിലും കാര്യം നടത്തി പോകാമെന്നൊന്നും വിചാരിച്ചില്ല. അടുക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് മുമ്പേ ചോദിച്ച ചോദ്യം ആയ ഇസ്ഹാക്ക് അവിടെ നിൽക്കുന്നു. ഇസ്ഹാക്കിനെ പിടിച്ച്, മോനെ കിടന്നു നീയാന്ന് പറഞ്ഞു. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും കേട്ടോണം. എന്തോ അനുസരണ പറ്റുമോ ഇങ്ങനെയൊക്കെ? നമ്മൾ ഈ അനുസരിക്കുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം ആരോ അത് പറയണ്ട, വേണ്ട പോട്ടെ, കർത്താവിൽ ജയം ആരോ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും. അത് വേണ്ട. അനുസരിക്കും നമ്മൾ, പക്ഷെ നമുക്ക് പറ്റുന്നതേ അനുസരിക്കത്തുള്ളൂ. ചെയ്യും, പക്ഷേ കുഴപ്പമില്ലാത്തതേ നമ്മൾ ചെയ്യത്തുള്ളൂ. പക്ഷേ സ്നേഹിച്ചത്, പ്രാണനെ പോലെ കൊണ്ടു നടന്നത് ഇപ്പോൾ എടുത്ത് കിടത്തേക്കുക. പറ്റുമോ ഇവിടെ ഇരിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക്? ഓക്കെ, കിടത്തി. ഇനി അടുത്ത ദൂത് തൊട്ട് നിങ്ങളൊന്ന് അതിൻ്റെ കണ്ണു തുറന്ന് അതിനെ ഒന്ന് പ്രാപിക്കണം. കത്തിയെടുത്ത്, സൺഡേ സ്കൂളിലെ കഥയാണ്, പക്ഷേ ദൈവാത്മാവ് പ്രവചനാത്മാവ് സംസാരിക്കുക. കത്തിയെടുത്ത് പറഞ്ഞേ വെട്ടാനായിട്ട് പോവുക, അറുക്കാനായിട്ട് പോവുക. പെട്ടെന്ന് ഈ സ്വർഗത്തിൻ്റെ അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് ചേഞ്ചായി. ഈ വേണോ വേണ്ടേന്ന് പറഞ്ഞ് വെട്ടുന്ന ആളല്ല അബ്രഹാം. എടുത്ത വെട്ടിയട്ടെ കത്തി വെക്കത്തോളെന്നും സ്വർഗത്തിന് മനസ്സിലായി. ഇവന്റെ വിശ്വാസം ഞെട്ടിപ്പിച്ചു കളഞ്ഞു.
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഈ വീട്ടിൽ നിന്ന് അബ്രഹാം ഇറങ്ങിയ ആ സമയം തൊട്ട് സ്വർഗം ഇങ്ങനൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. സ്ലോ ആയിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ പറഞ്ഞേ. സ്ലോ ആയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 3 ദിവസത്തെ യാത്ര. മിണ്ടിയില്ല സ്വർഗം, സംസാരിച്ചതേ ഇല്ല. പക്ഷേ അവസാനത്തെ മിനിറ്റ് എനിക്കറിഞ്ഞൂടാ, ഈ വേറെ എന്തെങ്കിലും അന്ന് സ്വർഗം ചെയ്തെന്ന് എനിക്കറിഞ്ഞൂടാ. അന്ന് സ്വർഗം മുഴുവനും സ്റ്റക്കായി കാണും. കാരണം ദൂതന്മാരും ദൈവവും എല്ലാം ചാടി എഴുന്നേറ്റ്. കാരണം ഇവൻ ചെയ്യും. എൻ്റെ ഭാഷയിൽ പറഞ്ഞ സ്വർഗത്തെ ഞെട്ടിപ്പിച്ച വിശ്വാസം. രാമൻ പറഞ്ഞാട്ടെ, സ്വർഗത്തെ എഴുന്നേൽപ്പിച്ച വിശ്വാസം, സ്വർഗത്തെ ഭയപ്പെടുത്തിയ വിശ്വാസം. കത്തിയെടുത്ത ആ സമയത്തിന് രണ്ടാമത് ഇവ ഒന്നും കൂടെ ചിന്തിക്കത്തില്ല എന്ന് സ്വർഗത്തിന് മനസ്സിലായതുകൊണ്ട് അബ്രഹാമേ അബ്രഹാമേ എന്നാവർത്തിച്ച് വിളിച്ചു. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ച് ഇതൊന്ന് ഞാൻ പറയുന്ന പോലെ ഒന്ന് കേട്ടെ. അതൊരു നോർമൽ ഇല്ല പണ്ട് മമ്രയുടെ തോപ്പി വന്നൊരു വിളിയല്ല. രാമൻ പറഞ്ഞാട്ടെ, വീടിൻ്റെ മുറ്റത്ത് വന്ന വിളിയല്ലത്. അബ്രഹാം തലപൊക്കിയപ്പോൾ കണ്ട ആ വിളിയല്ല ഇത്. ഈ ചെറുക്കൻ ചെയ്യുമെന്ന് 100% ഉറപ്പായതുകൊണ്ട് സ്വർഗം അതിനെ തടയുന്ന ഒരു ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദൈവം ചിലരെ വിളിക്കുന്നു. ദൈവത്തെ ഞെട്ടിപ്പിക്കുന്ന വിശ്വാസമുള്ളവർ, സ്വർഗത്തെ മുഴുവനെ ഇളക്കി മറിക്കുന്ന വിശ്വാസമുള്ളവർ, സ്വർഗത്തിലെ ദൂതന്മാരെയൊക്കെ ചലിപ്പിക്കുന്ന വിശ്വാസമുള്ളവർ ഇവിടെ എഴുന്നേൽക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ രാമൻ പറയണം. നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് ഈ ദിവസങ്ങളിൽ ഇതുവരെ നടക്കാത്ത ചില ദൈവപ്രവൃത്തികൾ ഞാൻ ഒരു വാക്ക് ഇതിനോട് ചേർത്ത് പറയാം. സ്വർഗം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. എന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് ഓർപ്പിക്കുന്നൊരു വാക്ക് പറയാം. നിങ്ങൾ എന്തോ ചെയ്യുമ്പോൾ അത് സ്വർഗം അതിനു മുമ്പേ ആക്റ്റീവ് ആകുന്നത് പോലെ, ഒന്നുകൂടെ പറഞ്ഞാൽ ഈ സ്വർഗത്തെ ഇളക്കുന്ന എന്തോ ചില ദൈവപ്രവൃത്തികൾ ഈ പ്രാർത്ഥന തൊട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ചിലരെ പ്രേരണ തരികയാണ്. ഒന്ന് കൈകളൊന്ന് അടിച്ചൊരു മിനിറ്റ് ഒന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്. ഉടനെ ഒന്ന് പറഞ്ഞ വാ തുറന്ന് പറഞ്ഞേ, ഉടനെ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. അബ്രഹാമിനെ അബ്രഹാമേ അബ്രഹാമേ എന്ന് വീണ്ടും വിളിച്ച് എടുത്ത കത്തിയെ തടയുന്ന രീതിയിൽ സ്വർഗം പ്രതികരിച്ചു. ഇങ്ങനെയുള്ള വിശ്വാസം ദൈവം തരും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞ് ഫെയ്ത്ത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞ് വിശ്വാസം വർദ്ധിക്കട്ടെ. തളരുന്ന വിശ്വാസമല്ല, സംശയമുള്ള വിശ്വാസമല്ല, പതർച്ചയുള്ള വിശ്വാസമല്ല. സ്വർഗത്തെ ധൃതി പിടിക്കുന്ന, ആക്റ്റീവാക്കുന്ന, ചലിപ്പിക്കുന്ന വിശ്വാസം. അടുത്ത വാക്കിലേക്ക് ഞാൻ മാറുകയാണ്. വീണ്ടും അബ്രഹാമേ അബ്രഹാമേ എന്ന് സ്വർഗം വിളിച്ചപ്പോൾ വീണ്ടും രാവിലെ നിങ്ങൾ മറന്നുപോയ ദൂത് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. അടിയനിതാ. നിങ്ങൾ കേട്ടോ ആ വാക്ക്? രാവിലെ വന്നവർ എത്ര പേർക്ക് നമ്മളവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഓർമ്മയുണ്ടോ? രാവിലെ പറഞ്ഞവർ, രാവിലെ വന്നവർ കൈ ഉയർത്തിപ്പിടിച്ച്. രാവിലെ വന്നവർ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, അടിയൻ ഇതാ. അവിടെ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, ബിഹോൾഡ്. പിന്നെ പറഞ്ഞ വാക്ക് നമ്മൾ മലയാളം പറഞ്ഞല്ലേ, എന്നെ സൂക്ഷിച്ചു നോക്കുക, എന്നെ ശ്രദ്ധിച്ചു നോക്കുക, എന്നെ നോക്കണമേ. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചപ്പോൾ അടിയനിതാ. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ. നിങ്ങൾ പ്രസംഗം കേൾക്കരുത്, പക്ഷെ ഈ ദൂത് നിങ്ങൾ കാണാൻ പഠിക്കണം. ഇത് കളിയല്ല, ഇതൊരു ഗൗരവമുള്ളൊരു കാര്യമാണ്.
3 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പം നോക്കിയേ, എല്ലാം ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ വിശ്വാസമൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ താണ്ടെ അതും സമ്മതിക്കുന്നില്ല. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? സത്യമായി പുത്തൻകുരിശിലുള്ളവരാണെങ്കിൽ അന്ന് വിശ്വാസം ബൈബിൾ അടച്ചു വെച്ച് ഈ പരിപാടിക്ക് ഞാൻ ഇല്ലെന്ന് പറഞ്ഞേനെ. എന്നെ കേൾക്കുന്നെങ്കിൽ ആരെങ്കിലും ആമേൻ പറയുമോ? ചുമ്മാ ദൈവമേ കളിക്കല്ലേ എന്ന് ദൈവത്തിനോട് കമൻ്റ് അടിച്ചേനെ ഇല്ലച്ചാ. പറ, എന്തിനാ ഈ മസിൽ പിടിക്കുന്നത്? സത്യസന്ധമായിട്ട് പറ, ചെയ്തേനല്ലേ? 3 ദിവസമായിട്ട് എന്തെല്ലാം ത്യാഗവും ഈ യാഗം നടന്നില്ലേലും ഹൃദയത്തിൽ 100 പ്രാവശ്യം യാഗം നടന്നു. അതാ ദൈവത്തിന് വേണ്ട. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇസാക്ക് മരിച്ചില്ലേലും 1000 പ്രാവശ്യം 3 ദിവസത്തിനിടയിൽ അന്ന് സ്വപ്നാകൃതി അബ്രഹാം കണ്ടു കാണും, ചോരയറ്റ് കിടക്കുന്ന ഇസാക്കിനെയൊക്കെ ഒരാമയും പറഞ്ഞാട്ട്. എന്നിട്ട് താണ്ട ഇത്രയും ടെൻഷനിലൂടെ ഇത്രയും പ്രഷറിലൂടെയൊക്കെ പോയിട്ട് അബ്രഹാം ഇങ്ങനെ എന്നിട്ട് പറയാ, അടിയനിതാ. പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? ആരെങ്കിലും ഉണ്ടോ ജീവനോടെ? ആരെങ്കിലും എന്നെ കേൾക്കുന്നു? പറ്റുമോ? 3 ദിവസം ഇട്ട് വലച്ച് കളഞ്ഞിട്ട് പറയാ, ഇനി ചെയ്യണ്ടെന്ന്, പൊക്കോളാൻ. അവിടെ പറയുന്ന വാക്ക് അടിയനിതാ. നമ്മൾ രാവിലെ പറഞ്ഞ വാക്ക് ബിഹോൾഡ്, എന്നെ വീണ്ടും സൂക്ഷിച്ചു നോക്കണമേ. അവിടെ പറയുന്ന അർത്ഥം, ഞാനിനി ഇത് വല്ലതും ചെയ്തപ്പോൾ എന്തെങ്കിലും കുറവുണ്ടായോ? എൻ്റെ യാഗം ശരിയായോ? എൻ്റെ ഈ 3 ദിവസത്തെ യാത്ര ഓക്കെ ആണോ? നീ ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കണമേ. എല്ലാ കൈകളും ഒന്ന് ഉയർത്തി പറഞ്ഞ് എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണേ. ആരാധനയുടെ 2 തലം ഞാനിവിടെ പറയുകയാണ്. ഒന്ന്, ആരാധിക്കുന്നതിന് മുമ്പ് നീ പറയണം, എന്നെ സൂക്ഷിച്ചു നോക്കണേ. ആരാധന കഴിയുമ്പോഴും നീ പറയണം, എന്നെ സൂക്ഷിച്ചു നോക്കണമേ. മനസ്സിലായവർ ഒന്നും കൂടെ കൈ ഉയർത്തി ഒന്ന് പിടിച്ചേ. നമ്മൾ ആരാധന തുടങ്ങുന്നതിന് മുമ്പും പറയണം, അപ്പാ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണമേ. ആരാധന കഴിഞ്ഞിട്ട് പറയണം, അപ്പാ നീ എന്നെ സൂക്ഷിച്ചു നോക്കണമേ. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചർച്ചിലായിരിക്കും ഇരുന്നത്, യാഗം കഴിക്കാനായിരിക്കും വന്നിരുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ മൂവ് ചെയ്യാൻ പറ്റിയോ? ഒന്ന് എല്ലാവരും ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ് എന്നെ സൂക്ഷിച്ചു നോക്കണേ. ആ വാക്കൊന്ന് പറഞ്ഞ്, ആ വാക്ക് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ്. എന്തെങ്കിലും തിരുത്താനുണ്ടോ? എന്തെങ്കിലും കുറവുകളുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കൈ 2 ഉയർത്തിപ്പിടിച്ച് 1 മിനിറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. ഞാനിത് മനസ്സിലാകുന്നവർ മാത്രം ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. എൻ്റെ അകത്ത് ദൈവം തന്ന ഹൃദയത്തിൻ്റെ വാക്കുകൾ പിടികിട്ടുന്നവർ കൈ ഒന്ന് ഉയർത്തി പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണമേ. 2025 ഈ ഏപ്രിൽ മാസം അഭിനയങ്ങളില്ലാതെ, ജാടകളില്ലാതെ, ആത്മീയ മാസ്കുകളില്ലാതെ കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണമേ. എല്ലാ കൈകളും ഉയർത്തി പറഞ്ഞ് ഒന്ന് കൈ ഒന്ന് താത്തിടല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അസാധാരണമായ ഇടപെടലുകൾ ഇന്ന് രാത്രി സംഭവിക്കും. ഞാനിങ്ങനെ കാഴ്ച കാണുന്നു. ഈ കൈ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഒരു കണ്ണിനും കാണാത്ത അഴുക്കുകളെപ്പോലും ഈ പ്രാർത്ഥനയിൽ കണ്ടുപിടിക്കാനും, ഒരിക്കലും കാണാത്ത പൊടിപടലങ്ങളെ കണ്ടുപിടിക്കുന്നത് പോലെ നിയോഗങ്ങളെ തടയുന്ന ചില പൊടിപടലങ്ങളെ ആത്മീക കണ്ണുകൊണ്ട് കണ്ടുപിടിച്ച് അതിനകത്തൊരു വലിയ ശുദ്ധീകരണം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ചിലരെ പ്രബോധിപ്പിക്കുകയാണ്. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ചാട്ട്. സധൂരിയ സതരബ ബിഹോൾഡ്. എല്ലാവരും ഹൃദയത്തിൽ പറഞ്ഞ് എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണമേ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ.
പറഞ്ഞേ. ഒറ്റ മിനിറ്റ് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. പറഞ്ഞോ. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണമേ. എല്ലാവരും പറഞ്ഞേ. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണമേ. ഇവിടെയൊക്കെ കർത്താവ് ചിലരെ തൊടുന്നു. എന്നെ സൂക്ഷിച്ചു നോക്കണമേ. പറഞ്ഞേ. ജീവനുമൻ സർവസ്വം മുമ്പിലാണു കുമ്പിടും. കൈകൾ ഉയർത്തി പറഞ്ഞ് ജീവനുമൻ. പറഞ്ഞ മോളെ, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ് മുമ്പിലാണ് കുമ്പി. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധന ഉണ്ടാകണമെങ്കിൽ വലിയ ശുദ്ധീകരണങ്ങൾ ഉണ്ടാകട്ടെ. കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ജീവനുമെന്റെ സർവസ്വം മുമ്പിലാണു കുമ്പിടും. കൈ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞേ. ജീവനുമേ സർവസ്വവും മുമ്പിലാണ്. കൈ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. ഇത്രയും മനസ്സിലായോ? രാവിലെ വന്നവർക്കും ഇപ്പൊ രാത്രി വന്നവർക്കും ഇത്രയും മനസ്സിലായവർ മാത്രം കൈ ഉയർത്തി പിടിച്ച്. ഇനി അടുത്ത വാക്ക്. അബ്രഹാമിന്റെ അനുഗ്രഹം എല്ലാവർക്കും വേണം. എല്ലാവർക്കും അനുഗ്രഹം വേണം. പക്ഷെ ആരും ഈ വഴികളിലൂടെ നടന്നു പോകാൻ തയ്യാറാകുന്നില്ല. എനിക്ക് ഈ വാക്കിനോട് ഇച്ചിരി കൂടെ ഒരു ഇഷ്ടപ്പെട്ട വാക്ക് കത്തോലിക്ക സഹോദരങ്ങൾ പറയുന്ന വാക്കുണ്ട്. സഹനത്തിൻ്റെ വഴി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അത് ഇച്ചിരി കൂടെ ഒരു നല്ല വാക്കെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സഹനത്തിൻ്റെ യാത്രകൾ. ആരും ഈ വഴി കൂടെ പോകാൻ തയ്യാറാകുന്നില്ല. ഒരു ക്രൂശീകരണമില്ലാതെ ഉയർപ്പില്ല. രാമേൻ പറയാം. ഓക്കെ, ഞാൻ അതിൽ നിന്ന് മാറുകയാണ്. അടുത്ത വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്. ഇത്രയും കേട്ടവരും ഞാൻ പറയാം, ദിവസങ്ങൾക്കകം ഈ പകലും രാത്രിയും മാറിയതുപോലെ ഈ ദൂതിൻ്റെ ഒരു ചലനം ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്. ഇത് നീ ചെയ്തതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വാക്ക് കേട്ടോ. ഇത് നീ ചെയ്തുകൊണ്ട്. ആ വാക്ക് എങ്ങനെയുള്ള? നിന്റെ ഏകജാതനായ മകനെ. സ്പീഡിന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. അബ്രഹാമിനോട് നീ ഈ കാര്യം ചെയ്തു. ഏത് കാര്യം? നമ്മൾ രാവിലെ തൊട്ട് പറയുന്ന കാര്യം. രാമൻ പറഞ്ഞാട്ടെ. നമ്മൾ ഇതുവരെ കേട്ട കാര്യം. ചുമ്മാതെ ജനറേഷൻ ബ്ലെസ്സിങ് വീഴത്തില്ലെന്നാ പറയുന്നേ. അച്ഛൻ്റെ ആ സ്തോത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ അത് കത്തിച്ചു, എന്നെ അത് ആവേശം ഉണ്ടാക്കി. രണ്ടുപേരും കൂടെ സ്തോത്രം പറയുകയാണെങ്കിൽ ഇത് അടുത്തൊരു ഡയമെൻഷനിൽ ഇത് തുറക്കും. ശബ്ദം ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് നീ ചെയ്തതുകൊണ്ട്. അപ്പോ ദൈവം എപ്പോഴും ചോദിക്കും, എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടോ? മിണ്ടിയില്ലല്ലോ, സ്തോത്രം പോയല്ലോ. ഇത് നീ ചെയ്തതുകൊണ്ട്. ഏത് ചെയ്തതുകൊണ്ട്? രക്ഷ സൗജന്യമാണ്. കർത്താവിലേക്കുള്ള മടങ്ങിയവരൊക്കെ സൗജന്യം. പക്ഷേ ചില ബ്ലെസ്സിങ്ങുകൾ അൺലോക്ക് അഴിയണമെങ്കിൽ ചില പരിശോധനകൾ, ചില ടെസ്റ്റുകൾ, ദൈവം മുമ്പിലേക്ക് വെക്കുന്ന ചില കാര്യങ്ങൾ, പൈശാചിക ലോകങ്ങൾ നമ്മളെ തളർത്തിക്കളയാൻ വെച്ചിരിക്കുന്ന ചില മേഖലകളിൽ നിന്ന് നമ്മൾ ജയം പ്രാപിക്കണം.
പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ. അറിയാം, നമുക്കറിയാം, പക്ഷേ ആ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ആ വാക്യം എന്ന് പറഞ്ഞ ഈ കാര്യം ചെയ്തതുകൊണ്ട് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിയില്ല. ദൈവം പറഞ്ഞതുകൊണ്ട് അത് ചെയ്യാൻ മടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ ഡോറിന് പൂട്ടുണ്ടോ? മെയിൻ ഡോറിന് പൂട്ടുണ്ടോ? ഒരാമയും പറ. കീ ആരുടെ അല്ല ഇരിക്കുന്നത്? മെയിൻ ഡോറിന്റെ കീ ഉണ്ടോ? ഓക്കെ. വീടിന്റെ താക്കോലുണ്ടോ ആരുടെയെങ്കിലും കൈ? ബൈക്കിന്റെ താക്കോലുണ്ടോ? കാറിന്റെ താക്കോലുണ്ടോ? തന്നാട്ടെ, കൊണ്ടുവന്നേടാ. നീ എത്ര ഓടി വന്നില്ലേ? അതും കൊണ്ടുപോവാ. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഇത്ര ഓടി വന്നേ. ഇതാണോ ഈ ചർച്ചിന്റെ താക്കോല്? ഇതാണോ? രാമൻ പറഞ്ഞാട്ടെ. ഈ ചില വാക്തത്വങ്ങൾ തുറക്കണമെങ്കിൽ അത് കൊണ്ടിട്ട് തന്നെ തുറക്കണം. ചിലത്തിനൊരു റൂട്ടുണ്ട്. ഈ ചായ ഇടുമ്പം തന്നെ ചായക്കാണ് തേയില ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ചൂടുവെള്ളം അനത്താനല്ല തേയില വേണ്ടേ. രാമ്യം പറഞ്ഞാട്ടെ. നിങ്ങളെന്നോട് ഉണ്ടോ? ഓരോന്നിനും ഓരോ ലൈനുണ്ട്. രാമ്യം പറഞ്ഞാട്ടെ. ഈ താക്കോല് കൊണ്ട് പാസ്റ്ററിന്റെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കരുത്. രാമ്യം പറഞ്ഞാട്ടെ. ഈ കാറ് കൊണ്ട് പാസ്റ്ററിന്റെ വീട് തുറക്കാൻ നോക്കരുത്. ഈ താക്കോല് കൊണ്ട് ഇതേ തുറക്കത്തോളൂ, ഈ ഫ്രണ്ട് ഡോറേ തുറക്കത്തോളൂ. മനസ്സിലായോ? രാമ്യം പറഞ്ഞാട്ടെ. ഇനി ആ വാക്യം ഒന്ന് പറഞ്ഞേ. ഇത് നീ ചെയ്തത് കൊണ്ട്. ഏതാ ചെയ്തേ? നീ നിന്റെ മകനെ കൊടുത്തത് കൊണ്ട്. 12-ാം അധ്യായം തൊട്ട് കേൾക്കുന്ന ഒരു വാക്ക്, ദൂത് അവിടെ സ്വർഗത്തിൽ അൺലോക്ക് ആകുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടലിലെ മണൽത്തരികൾ പോലെ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ടൊന്ന് കേട്ടെ. ഈ തലമുറകളുടെ അനുഗ്രഹം അബ്രഹാമിന് തുറന്നത് തലമുറകളെ കൊടുത്ത. നിങ്ങൾ കേട്ടെങ്കിലും രാമ്യം പറയണം. നിങ്ങൾ കേട്ടോ? ആരെങ്കിലും കേട്ടെങ്കിലും രാമ്യം പറയണം. ഒന്നും കൂടെ രാമ്യം പറയണം. തലമുറയെ യാഗം കൊടുത്തപ്പോൾ അന്നൊരു വാക്കു ദൈവം തുറന്നു കൊടുത്തു. ഏത് വാക്ക്? ആകാശത്തിലെ നക്ഷത്രം, കടലിലെ മണൽത്തരികൾ. നിങ്ങൾ ഞാൻ മനസ്സിലുണ്ടോ? കൃത്യമായ റൂട്ടിൽ വന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഗതികേടുകളും പൊട്ടിമാറും. നിങ്ങൾ എൻ്റെ കൂടെ വന്നില്ല. ഒന്നും കൂടെ ഞാൻ പറയാം. ഒത്തിരി കടന്ന് പ്രാർത്ഥിക്കാതെ കൃത്യമായ ലൈനിൽ വന്ന് അത് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരാമ്യം പറഞ്ഞാട്ട്. അബ്രഹാമിൻ്റെ അനുഗ്രഹം അന്ന് ആ സമയത്ത് ഓപ്പൺ ആവുക. ഏത് ചെയ്തതുകൊണ്ട്? ഇത് നീ ചെയ്തതുകൊണ്ട്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരത്തും ഞാൻ ചോദിക്കുന്നു, ദൈവത്തിന് അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ദൈവം നോക്കും നീ എന്തെങ്കിലും ചെയ്തോന്ന്. എൻ്റെ കൂടെ ഉണ്ടോ ആരെങ്കിലുമൊക്കെ? വല്ലതും ചെയ്യുന്നുണ്ടോ? അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമാകും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ചെറിയ ചെറിയ പെരുമാറ്റങ്ങളെ പോലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ രാമയം പറയണം. ചെറിയ ചെറിയ നീക്കങ്ങളെ പോലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ കറക്റ്റായ ഒരു തീരുമാനം നീ എടുത്താൽ ഉലകത്തിൽ ഒരുത്തൻ്റെ മേലും വീഴാത്ത വാക്തത്വങ്ങളുടെ കെട്ട് നിന്റെ മുമ്പിൽ വീഴും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിച്ചോണം. ഉലകത്തിൽ ഒരാളുടെ മേലും വീഴാത്ത ചിലത് ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ തുറക്കിയാണ്. കൈയൊന്ന് അടിച്ചു 1 മിനിറ്റ് ഒന്ന് ദൂത്. ആമേൻ. ആ ദൂതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഈ പ്രാർത്ഥനകളിൽ ചിലർ ശരിയായ സ്ഥലങ്ങളിൽ വന്ന്
തുറന്ന് ചിലതിലേക്ക് കയറുകയാണ്. കൊല്ലം കുറയായ കേൾക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഏകദേശം 40 വർഷമായി, 25 ഏകദേശം 50 വർഷമായി കേൾക്കുന്ന ചില വാഗ്ദത്തങ്ങളുടെ കെട്ട് അന്ന് രാത്രി പൊട്ടിയതുപോലെ ഇന്ന് രാത്രി ചിലത് തുറക്കുകയാണ്. വിശ്വസിക്കുന്നവർ പ്രതികരിക്കുവാണെങ്കിൽ നല്ലവണ്ണം പ്രതികരിക്കണം. കയ്യൊന്ന് അടിച്ച് പ്രതികരിക്കണം. ശബ്ദമുയർത്തി പ്രതികരിക്കണം. ലസ്ബോരിയർത്ഥന പ്രബാധന. എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ ആത്മ കണ്ണുകൾ കൊണ്ട് ഞാൻ ഇങ്ങനെ കാണുന്നു. പൂട്ടുകൾ പൊട്ടുകയാണ്, നിയോഗങ്ങൾ തുറക്കുകയാണ്, വാഗ്ദത്തങ്ങളുടെ കെട്ടുകൾ അഴിയുകയാണ്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോണം. ചില രാജ്യങ്ങളിൽ അത്ഭുതങ്ങൾ കാണും, ദേശങ്ങളിൽ അത്ഭുതങ്ങൾ കാണും. നിന്റെ സകല മേഖലകളിലും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു, വായികൾ തുറന്ന് പ്രാർത്ഥിച്ചു. ലാഥോനി സന്ദര പ്രബാധന റീഖന സന്ദര പ്രവേതേരിയ. ഈ വാക്കുകൾ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറയണം. ലസേതേരിയ ലസ്പർഥന പ്രബാധന. ഈ അടുത്ത ഒരു 10 മിനിറ്റും കൂടെ ഈ ദൂതനെ സഭ ആമേൻ പറയണം. ഞാനിത് സഭയോടാണ് പറയുന്നത്. ആമേൻ. സഭയോടെ കുടക്കീഴിൽ നിൽക്കുന്ന എല്ലാവരും ഇതിന് ആമേൻ പറയണം. ഞാൻ ഇനി ചർച്ചെന്നേ പറയത്തോളൂ. ചർച്ചെന്ന് പറഞ്ഞാൽ നീയാണ്. ഒരാമേൻ പറഞ്ഞോണോ. ചർച്ചെന്ന് പറഞ്ഞാൽ അത് നീയാണ്, നിന്നെ കുറിച്ചാണ്, നിന്റെ കുടുംബത്തെ കുറിച്ചാണ്. ആമേൻ. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാകും. ഒരാമേൻ പറഞ്ഞാട്ടെ. അതേ ദൂത് തന്നെ ഈ രാത്രി ഞാൻ ചിലരോട് ആവർത്തിക്കുക, നീ ഒരു അനുഗ്രഹമാകും. എന്തോ ഒരു ദൈവശക്തി റിലീസ് ആകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. നിന്റെ ഗതികേട് പൊട്ടും, നിന്റെ ദാരിദ്ര്യം പൊട്ടും, നിന്റെ ശാപം അഴിയും, നിന്റെ കുരുക്കുകൾ അഴിയും. വിശ്വസിക്കുന്നവർ അതിനെ ആത്മാ നിറവ് കൊണ്ട് ആ കെട്ടുകൾ അഴിക്കുക. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഒരു വാക്ക് ഓർപ്പിക്കുന്നു. നാം അവരുടെ കെട്ടുകളെ അഴിച്ചു കളയുക, നാം അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. ആ വാക്കൊന്ന് പറഞ്ഞ്, വാക്ക് തുറന്ന് ശബ്ദമുയർത്തി പറഞ്ഞ്, നാം അവരുടെ കെട്ടുകളെ അഴിച്ചു കളയുക, അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. വാ തുറന്ന് പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി എൻ്റെ ജനത്തിനെ കെട്ടിയ കുരുക്കുകൾ ഇന്ന് രാത്രി അഴിയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. ഈ സൈഡിലൊക്കെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയുക. ചില ചെറുപ്പക്കാരുടെ ലൈഫിനകത്ത് അസാധാരണമായ ദൈവ പ്രവർത്തികൾ ഇന്ന് രാത്രി സംഭവിക്കുക. പ്രതികരിച്ചോളൂ. ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചില കെട്ടുകൾ അഴിയുന്നത് കാണുകയാ. ചില രോഗശക്തികൾ അഴിയുക, ശാപക്കുരുക്കുകൾ അഴിയുക. ചിലതഴിയും, ചിലതഴിയും, ചിലതഴിഞ്ഞു മാറും, ചിലതില്ലാതാകും. പ്രതികരിച്ച് എന്നോട് കർത്താവ് പറയുന്നു, സഭ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചോണം. അച്ഛ എന്നോട് പറയുന്നു, പരിശുദ്ധാത്മാ പറയുന്നു, നാം അവരുടെ കെട്ടു പൊട്ടിക്കാൻ പോവാ. ഈ നമ്മുടെ കുരുക്കുകളെ എറിഞ്ഞു കളയുക. ആ വാക്ക് ഞാൻ പറയുമ്പോൾ സഭ പ്രതികരിച്ചോണം. ഇനി മേല ആരും തിരിച്ച് കെട്ടാത്ത രീതിയിൽ ആ കയറ് സഭ ദൂരത്ത് കളയുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിച്ചോണം. പ്രബാധന. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചോ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വർഷങ്ങളായി നടക്കാത്ത വിടുതലുകൾ ഈ മണിക്കൂറുകളിൽ ദൈവം ചെയ്യുകയാണ്. കമോൺ, ഈ ദൂതനെ വിശ്വസിക്കുക. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. അടഞ്ഞ വഴികൾ തുറന്നു വരും, അടഞ്ഞ വാതിലുകൾ തുറന്നു വരും. അമ്മ കെട്ടപ്പെട്ടത് ദൈവം അഴിച്ചു കളയും.
കാണാൻ നിൽക്കുന്നവർ കണ്ടോണ്ടിരിക്കട്ടെ. ഈ ദൂത് നിനക്ക് ജീവൻ കൊണ്ടുവരും. ഈ ദൂത് നിന്റെ മുമ്പിൽ വിശാലമായ വഴികൾ തുറന്നു വരും. അമേൻ. ഞാൻ വിശ്വസിക്കുന്നു. അമേൻ. ചർച്ചിന്റെ മേൽ തുറക്കുന്ന വാക്കുകൾ വെറുതെ അല്ല. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിലീസാകുന്ന വാക്കുകൾ അത് സാധാരണ വാക്കുകളല്ല. അതിന് ചിലതിനെ പുനർജീവിപ്പിക്കാൻ കഴിയും. കൈകൾ ഉയർത്തി പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. ഞാൻ ചർച്ചിനോട് പറയുകയാണ്, നിന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മറാസി അർത്ഥന പ്രഭാതന ആമേൻ പറഞ്ഞാട്ടെ. സഹോദരിമാർ ആമേൻ പറഞ്ഞാട്ടെ. ഇവിടുത്തെ പൊടി കുഞ്ഞുങ്ങൾ അകൃതി ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ ദൂത് വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. ആമേൻ. ആമേൻ. നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞ് ശബ്ദമുയർത്തി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് പ്രഭാതന. ആ വാക്ക് വീണ്ടും കേറി വരുന്നു. ആ വാക്ക് വീണ്ടും കേറി വരുന്നു. നാം അവരുടെ കെട്ടുകളെ പൊട്ടിക്കുക. ഇവിടെ ഇരുന്നു കൊണ്ട് നിന്റെ വീടിന്റെ കെട്ട് പൊട്ടിക്കുക. എന്നിട്ട് ആ കയർ അവിടെ അങ്ങ് ഇടരുത്, ദൂരത്ത് വലിച്ചെറിയുക. ഇനി ഒരു തലമുറയും കെട്ടാത്ത രീതിയിൽ പിശാചിന് ആയുധങ്ങൾ കൊടുക്കാത്തൊരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരട്ടെ. ഒരു 60 സെക്കൻഡ് കൈ ഒന്ന് ചേർത്തടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. കൈ ചേർത്തടിച്ച് അധികാരത്തിൽ ഈ ശരീരങ്ങളിൽ നിന്ന് രോഗബന്ധനങ്ങൾ അഴിയും, ശാപങ്ങൾ അഴിയും. അമേൻ. രോഗക്കുരുക്കുകൾ അഴിയും. അമേൻ. ഡിപ്രഷനുകൾ അഴിയും. അമേൻ. അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കുരുക്കുകളെ അഴിഞ്ഞു മാറുകയാണ്. ജനറേഷൻ ബ്ലെസ്സിങ്ങുകൾ ഇവിടെ കൈമാറുകയാണ്. അടുത്ത 5 മിനിറ്റ് നിങ്ങൾ പ്രതികരിച്ചോണം. ഒരു വലിയ ദൂത് ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറയുകയാണ്. ഇത് ചെയ്തതുകൊണ്ട് അബ്രഹാമിനടുത്ത് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ്. കൈകളൊന്ന് ഉയർത്തിയ രാമയം പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തിയ രാമയം പറഞ്ഞാട്ടെ. ഇവിടെ ഇരിക്കുന്ന രാമയം പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ നിങ്ങളെ നോക്കി പറയുക, നീ ഒരു അനുഗ്രഹമാണ്. പ്രഭാതന. 2 വാക്കുകൾ ഇവിടെ പറയാതെ പോകാൻ പറ്റത്തില്ല. ആമേൻ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പറഞ്ഞേ. 100 പ്രാവശ്യം കേട്ടിട്ടുള്ള ദൂതാണ്. പക്ഷെ ഒന്നും കൂടെ പരിശുദ്ധാത്മ ഓർപ്പിക്കുക. ഞാൻ നിന്നെ. ഇത് കോമൺ ബ്ലെസ്സിങ് ആണ്. ഇത് റെഗുലർ ആണ്. എല്ലാവരിലും ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ നിന്നെ. ഇത് പറയാത്തതും കേൾക്കാത്തതും ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പക്ഷെ 1000 പേരിൽ ഒരാൾ മൂവ് ചെയ്യുന്ന ഒരു പ്രത്യേക മേഖലയാണ് നീ ഒരു അനുഗ്രഹമാകും. കേട്ടവരാരെങ്കിലും ഉണ്ടോ? ദൈവം നിന്റെ റൂട്ടിനെ മാറ്റുകയാണ്. ദൈവം അളവുനൂൽ ചിലർക്ക് മനോഹര ദേശത്ത് വീഴുകയാണ്. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. സമയമില്ല. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾക്കൊരു കോമൺ ബ്ലെസ്സിങ്ങിൽ കിടക്കണോ, അതോ ആ കോമൺ ബ്ലെസ്സിങ്ങിൽ നിങ്ങൾക്ക് ജമ്പ് ചെയ്ത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകണോ? നിങ്ങൾ കേട്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തിയെന്ന് കാണിക്കണം. 10,000 പെന്തക്കോസുകാരിൽ ഒരാളാണ് ഈ തലത്തിൽ കയറുന്നത്. 10,000 പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കും അങ്ങനെ കയറുന്നത്. ഉണ്ടോ നിങ്ങൾ? ഇത് ഒരു വാക്ക് ഞാൻ പറയാം. ഇത് നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ, ഞാനൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ, അബ്രഹാമിനോട് പറഞ്ഞത് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദ കോമൺ. അത് കേട്ടിട്ടുള്ളവർ കൈ ഉയർത്തിയേ. ജീവിതത്തിൽ ഒരു പ്രവാചകനിലൂടെയോ വചനത്തിലൂടെയോ പക്ഷേ ഈ ദൂത്
എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ ചിലരൊക്കെ ഈ വാക്യങ്ങൾ ഈ കാർഡുകളൊക്കെ ഈ കളഞ്ഞിട്ട് പോകും. എനിക്ക് എന്ന് വാക്യം കിട്ടിയാലും ഈ വാക്യം കിട്ടത്തുള്ളൂ. എബ്രായ ലേഖനം 6:14. എനിക്ക് ഒരാൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഒരു വലിയൊരു ഫ്രെയിമിൽ ഈ വാക്യം എഴുതി തന്നു. പിന്നെ എവിടെങ്കിലും ആരെങ്കിലുമൊക്കെ ചർച്ചയിൽ നിന്ന് പോയി എഴുന്നേറ്റ് പോകുമ്പോൾ അവർ കളഞ്ഞിട്ട് വന്ന കാർഡ് ഇതായിരിക്കും, വാക്യം ഇതായിരിക്കും. എൻ്റെ എല്ലാ നിരാശ ഘട്ടങ്ങളിലും ഈ വാക്യം എൻ്റെ അടുക്കലേക്ക് വരും. എന്തോ കർത്താവിൻ്റെ അടുത്ത് അത് പറയാൻ മനസ്സ് നിറഞ്ഞു പറയുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഒരു ദൂത് ഇങ്ങനെ നിന്നെ പിന്തുടരുന്നു. ഇന്നത്തെ നിന്റെ പേഴ്സ് നോക്കി ആമേൻ പറയരുത്. ഇന്നത്തെ നിന്റെ സാഹചര്യം നോക്കി ഇതിന് ആമേൻ പറയരുത്. സാറ പ്രസവിക്കത്തില്ലെന്ന് പറഞ്ഞ് ആ സാഹചര്യത്തിൽ ആമേൻ പറഞ്ഞു തുടങ്ങിയവൻ പിന്നീട് നക്ഷത്രങ്ങളെപ്പോലെ അവനെ അനുഗ്രഹിച്ചു. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇവ നടക്കത്തില്ല എന്ന് ഉള്ള സമയങ്ങളിൽ ദൈവം നിന്നോട് സംസാരിക്കും. കൊല്ലത്തിനപ്പുറത്ത് കടലാന്നായിരുന്നു എൻ്റെ ചിന്ത. പിന്നെ ആ നാട് കഴിഞ്ഞാൽ വേറൊരു നാടില്ലെന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാറിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, പ്ലെയിനിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എങ്ങനെ കൊണ്ടുപോയാലും വോമിറ്റ് ചെയ്യും. അപ്പോൾ ദൈവാത്മാവ് സംസാരിച്ചു, ഞാൻ നിന്നെ ഉപയോഗിക്കും. ദൈവം എപ്പോഴും ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. നിന്റെ പോക്കറ്റിൽ 5 പൈസ ഇല്ലാത്തപ്പം ദൈവം നിന്നോട് പറയും, നീ അനേകർക്ക് കൊടുക്കുന്നവനായി മാറും. നിന്റെ കൊച്ചിന് പാൽപ്പൊടി മേടിക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയും, അനേകം തലമുറകളെ നീ അനുഗ്രഹിക്കും. ഇതൂത് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ റാസ്മാനാസേതേരിയ ഒത്തിരി മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ ചെറിയ കാറ്റുകൾ അടിച്ചു തുടങ്ങുന്നുണ്ട്. നിന്റെ അല്ലലുകൾ ദൈവം പൊട്ടിച്ചു കളയും. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോണം. ഇനി അടുത്ത ദൂതിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണ്. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്നേരം പ്രാർത്ഥിച്ചോണം. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ്. അച്ഛാ, ആ ദൂത് കേട്ടിട്ടുണ്ടോ? അത് ആമേൻ പറഞ്ഞ് അവിടം കൊണ്ട് നിർത്തരുത്. ഇതിനൊരു അനദർ ഫേസ് ഉണ്ട്. ആ ഫേസാണ് നീ ഒരു അനുഗ്രഹമായിരിക്കും. ആദ്യത്തെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട എനിക്കും എൻ്റെ ചർച്ചിനോ എൻ്റെ കൂടെയുള്ള 10 പേർക്കും ആയിരിക്കും അനുഗ്രഹം. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കൊച്ചിനും. രാമൻ പറഞ്ഞാട്ടെ. പക്ഷെ നീ ഒരു അനുഗ്രഹമായാൽ നീ എവിടെ ചെന്ന് നിൽക്കുന്നോ അവിടെ അനുഗ്രഹിക്കപ്പെടും. മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. ഞാൻ പ്രസംഗിച്ചത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ വേണമെങ്കിൽ പിടിച്ചോണം. ഇതാർക്കത് വേണ്ടേ? ഒരാളെ കിട്ടി. ഒരാൾ ഇതിനകത്ത് കിട്ടി. 2 പേരെ കിട്ടി. ചിലരകത്ത് ദൈവാത്മാവ് വിളിക്കുന്നു. ഇന്ന് ദൈവം ചിലരെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ രാമൻ പറയുക, നീ പലർക്കൊരു അനുഗ്രഹമാകും, നീ പലർക്കൊരു ആശ്രയമാകും, നീ പലർക്കൊരു ബലമാകും. വേണ്ടുള്ളവർ എങ്ങനെങ്കിലും ഇരുന്നോ, നിന്നോ, കൈ ഉയർത്തിയോ, മുട്ടുകുത്തിയോ, വാ തുറന്നോ, ശബ്ദമുയർത്തിയോ നിന്നെ സ്വീകരിച്ചോട്ടെ. പക്ഷേ ഈ മിനിസ്ട്രിയെ ദൈവം അടുത്ത ഫേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമാണ്.
ഇതിന്റെ അടുത്ത ഒരു 25 വർഷം ദൈവം തുറക്കുകയാണ്. ശുഭാർത്ഥന സന്ദര പ്രഭാതന യേശുവിന്റെ നാമത്തിൽ. അത് ഒരു ചർച്ചിൽ ഇതിനകത്ത് ഒതുങ്ങുന്ന മാത്രമല്ല, നിങ്ങൾ എവിടെല്ലാം ചെല്ലുന്നോ, എവിടെല്ലാം തൊടുന്നോ, ഞാൻ കാണുന്നൊരു കാഴ്ച കാണുന്നു. പുല്ല് കളിക്കാത്തടുത്ത് പുല്ല് കളിക്കുന്നത് പോലെ, നടക്കാത്തടുത്ത് ചിലത് നടക്കുന്നത് പോലെ ദൈവം ഇതിനെ വർദ്ധിപ്പിക്കുകയാണ്. അതിന്റെ കാറ്റ് അടിച്ചു തുടങ്ങി. ഈ വർഷം അത് അടിച്ചു തുടങ്ങി. ആമേൻ. അടുത്ത ഞായറാഴ്ച തൊട്ട് അതിന്റെ ശക്തമായ ചലനങ്ങൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഇവരുടെ കുടുംബങ്ങളിൽ കാണട്ടെ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ. ഞാനിത് ചർച്ചിനോടാ പറയുന്നേ. ആമേൻ. അസ്വസ്ഥരാകരുത്. ഇത് നിന്നോടാണ് ഞാൻ പറയുന്നത്. ആമേൻ, 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 ആമേൻ. അഹരോന്റെ തലയിൽ നിന്ന് ഒഴുകുന്ന തൈലോ ആ എണ്ണ താഴോട്ട് ഒഴുകുന്നത് പോലെ ചർച്ചിനകത്ത് ആമേൻ ഓരോ കുടുംബങ്ങളുടെ മേലും ഇത് പകരാൻ പോവുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ അടിച്ചതിനത് സ്വീകരിച്ചാട്ട്. ഓ രാസത്തെ റേഥേ ലേഥേരിയ റാസ്മർഥേരിയ. എത്ര പേര് എൻ്റെ കൂടെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കും? കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എത്ര പേർക്ക് ഞാനൊരു അനുഗ്രഹം, ആമേൻ, ഒരു കോമൺ ബ്ലെസ്സിങ്ങിൽ നിന്ന് അനേകർക്ക് ഞാനൊരു അനുഗ്രഹമാകണം. എനിക്ക് ഞാൻ ഇട്ട പരിമിതി, എൻ്റെ ചിന്തകൾ, എൻ്റെ ഇമാജിനേഷൻ, എൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ കണ്ട പരിമിതി എല്ലാം പൊളിച്ചിട്ട് ദൈവം നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കിയാണ്. ആഗ്രഹമുള്ളവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ ദൂത് നിർബന്ധമുള്ളവർ അതെനിക്ക് എങ്ങനെയെങ്കിലും അത് തോന്നണം, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യക്കാരാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, കൈ ഉയർത്തി പിടിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഞാൻ ഉറപ്പായി പറയാം, എനിക്ക് പക്ഷേ ഇത് നമ്മളൊരു അനുഗ്രഹം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, അതിൻ്റെ അർത്ഥം ഒത്തിരി പൈസ ഉണ്ടെന്നല്ല. ഒരാമയും പറഞ്ഞാട്ടെ. ഒത്തിരി പൈസ ഉണ്ടെന്നല്ല. നമ്മളൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാം, ഇല്ലാകാം. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും വന്നാൽ അവിടെ അനുഗ്രഹം തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു തെളിവ് ഞാൻ പറയാം. അബ്രഹാം ഇറങ്ങുമ്പോൾ ഈ യാത്രയിൽ ഈ അനുഗ്രഹത്തിന് പ്രത്യേകം ഇത് പോകുന്ന വഴിയായിരിക്കും അനുഗ്രഹിക്കുന്നത്. ഇറങ്ങുമ്പോൾ ഒന്നും കാണത്തില്ല, പക്ഷെ പോകുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. വീട് വിട്ടിറങ്ങുമ്പോൾ ഒന്നുമില്ലായിരുന്നു, പക്ഷെ പതുക്കെ പതുക്കെ പോകുമ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങളുടെ ഓരോ ദിവസങ്ങൾ വർധനവിൻ്റെ ദിവസമായിരിക്കും. ഇൻക്രീസിങ് സംഭവിക്കും. ഇതാരോടാ ഞാൻ പറയുന്നത്? ഇത് ഞാൻ ഇന്ന് വൈകുന്നേരം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കേൾക്കാം. രാമൻ പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നു. ഓരോ ദിവസം വർദ്ധിക്കും, പെരുകിക്കൊണ്ടിരിക്കും. എന്നോടുണ്ടോ? ഇത്രയും പേർക്ക് വേണമല്ലേ? പക്ഷെ ഈ ദൂത് ഞാൻ പൈസ ഉണ്ടാകുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഉണ്ടാകട്ടെ, പക്ഷെ അതിനേക്കാൾ ഉപരി ഒന്നുമില്ലെങ്കിലും ഇത് മനസ്സിലാകാൻ പെട്ടെന്ന് മനസ്സിലാകും. ആ ഓഫീസ് ഉണ്ടെങ്കിൽ ഇത് തുറന്നു കിടക്കുന്നതിൻ്റെ ഒരു അടയാളം പറയാം. പണ്ട് കുണ്ട്രയിൽ ഒരു വീട്ടിൽ, ഒരു മർത്തോമ വീട്ടിൽ, അവരൊരിക്കലും ഒരു പാസ്റ്ററിനെ വീട്ടിൽ കയറ്റത്തില്ല. അവരെന്നെ, അവിടുത്തെ മോനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഒന്ന് വീട് വരെ വരണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്നു. പ്രാർത്ഥിക്കാൻ ചെല്ലും എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററാന്ന് പറയരുത്, പാസ്റ്ററാന്ന് പറയില്ല. ഞാൻ പറഞ്ഞു കൂടെ പഠിക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ ചെന്ന് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ പശു നിൽക്കേണ്ടടുത്ത് അമ്മാമ്മ നിൽക്കുന്നു, അമ്മാമ്മ നിൽക്കേണ്ടടുത്ത് പശു നിൽക്കുന്നു, ബാത്റൂം നിൽക്കേണ്ടടുത്ത് അടുക്കള നിൽക്കുന്നു, അടുക്കള നിൽക്കേണ്ടടുത്ത് ബാത്റൂം നിൽക്കുന്നു. മൊത്തത്തിൽ ഒരു ഡിസോർഡറാണ്. രാമൻ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ പ്രാർത്ഥിച്ചു. അന്ന് ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശാന്തമായ വലിയ വാക്കുകളൊന്നും പറഞ്ഞില്ല, ശാന്തമായി പ്രാർത്ഥിച്ചിറങ്ങി വന്നു. പക്ഷെ പിറ്റേ ദിവസം അവിടുത്തെ ആ അച്ഛൻ എന്നെ വിളിച്ചു. മോൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു,
അമ്മ ബ്രദർ ഒന്നും കൂടെ ഇവിടം വരെ വരണം. ഞാൻ ചോദിച്ചു എന്താ പറ്റി? 7 വർഷമായിട്ട് ശ്രമിച്ചൊരു കാര്യം ഇന്ന് രാവിലെ ദൈവം അത്ഭുതം ചെയ്തു. എന്തിനാ ഞാൻ ഇത് പറഞ്ഞേ? അന്ന് എൻ്റെ കണ്ണ് തുറന്നു. ഇനി നീ അവിടെ ഇവിടെയും കയറി നടക്കരുത്. അതാ കണ്ണു തുറന്നേ. കാരണം നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു കടയിൽ കയറിയാൽ പോലും അവരനുഗ്രഹിക്കപ്പെടും. ഇനി ആ ദൂത് കേട്ടോണം, അങ്ങനെ ഉള്ളവരോട് അടിക്ക് വരരുത്. ഈ രണ്ടാമത്തെ ഓഫീസിൽ നിൽക്കുന്നവരോട് അടിക്ക് വരരുത്. കാരണം കൂടാതെ ശാപം ഏൽക്കത്തില്ല. അപ്പോൾ കാരണം ഉണ്ടെങ്കിലോ, ഇത് വലിയൊരു ടോപ്പിക്കിലേക്കാണ് ഞാൻ ചെന്ന് ചാടിയേക്കുന്നത്, പക്ഷെ അവിടെ വെച്ചൊക്കെ നിർത്തുക. കാരണം ഉണ്ടെങ്കിലോ, അബ്രഹാമിനോട് പറഞ്ഞു നിന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ അനുഗ്രഹിക്കും. കാരണം അബ്രഹാം നിൽക്കുന്ന ഈ രണ്ടാമത്തെ ഓഫീസിലാണ്. കാരണം അവനൊരു ബ്ലെസ്സിങ്ങാണ്. ബ്ലെസ്സിങ്ങിനുള്ളവനോട് എതിർക്കരുത്. അവൻ പറയുന്നത് മൊത്തം തെറ്റാണെങ്കിലും ചിരിച്ച് കാണിച്ചങ്ങ് പൊക്കോണം. ഒരാമയും പറഞ്ഞാട്ടെ, അതിന് മാറുകയാണ്. ഒരു വലിയ ഭാഗം ഇച്ചിരി വ്യക്തമാക്കേണ്ട ഏരിയകളാണ്. അബ്രഹാം ഒരു അനുഗ്രഹമാവുന്നതിൻ്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വരണം. അബ്രഹാമും ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പം ലോത്തുമായിട്ട് പിരിയുന്നൊരു ദിവസമുണ്ട്. അബ്രഹാം പറഞ്ഞു നിനക്ക് ഏത് വേണമെന്ന് ചോദിച്ചു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? എന്താ വെച്ചാൽ പറഞ്ഞേ? നിനക്ക് ഏത് വേണം? തൻ്റെ ഇടം ഉണ്ടോ? ആർക്കെങ്കിലും തൻ്റെ ഇടം ഉണ്ടോ? അങ്ങനെ ചോദിക്കേ. നമ്മളാണെങ്കിൽ ബുദ്ധിയിട്ട് കളിക്കും. ഞാനിതെടുക്കുന്നു, നീ വേണമെങ്കിൽ ഇതെടുത്തോ. എല്ലാവരും അങ്ങനെ പറയത്തുള്ളൂ, ഞാനും അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ അബ്രഹാം തിരിച്ചു പറഞ്ഞു നിനക്ക് ഏത് വേണം? പച്ചപ്പ് കാണുന്നതേ ലോത്ത് ചോദിക്കത്തോളെന്ന് നന്നായിട്ട് അറിയാഞ്ഞിട്ടും അറിയാമെങ്കിലും അബ്രഹാം ചോദിച്ചു നിനക്ക് ഏത് വേണം? അബ്രഹാമിനറിയാം കുന്നുംപുറമാണെങ്കിലും ഞാൻ ചവിട്ടിയാൽ അവിടെ അനുഗ്രഹമാകും. മനസ്സിലാകുന്നവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് ഈ എഴുന്നേറ്റ് നിൽക്കുന്നവർ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ വീടിനകത്തൊരു അനുഗ്രഹത്തിൻ്റെ വഴി തുറന്നു വരും. ഒരു ജനറേഷൻ ബ്ലെസ്സിംഗ് ഇതിനകത്ത് കൈമാറും. വിശ്വസിക്കുന്നവർ 2 മിനിറ്റ് പ്രാർത്ഥിച്ചോണം. പ്രഭാതന യേശുവിന്റെ നാമത്തിൽ 2 മിനിറ്റ് പ്രാർത്ഥിച്ചോ, സമയമില്ല. 2 മിനിറ്റ് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇവരുടെ വീടുകളിൽ അത്ഭുതം ഉണ്ടാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന സകല കുടുംബങ്ങളിലും ഒരു ദൈവ പ്രവൃത്തിയുടെ കരം ചലിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ കിളിവാതിൽ തുറക്കുന്നത് നീ കാണും. പ്രതികരിക്കാമെങ്കിൽ പ്രതികരിക്കുക. ആശ്മാർത്ഥന സന്ദര പ്രഭാതന. ഒരു ലൈഫ് ചേഞ്ചിങ് ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് കൈ അടിച്ച് കൈ ഉയർത്തി പിടിച്ചോ. ശബ്ദം ഉയർത്തിയോ അതിനെ സ്വീകരിച്ചോട്ടെ. കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. ഇരുട്ട് നീങ്ങി പോകുന്നു. കടും കെട്ടായ ഇരുട്ടുകൾ ഇവിടെ നീങ്ങി പോകുന്നു. വന്ധ്യതയുടെ വ്യാപാരങ്ങൾ ഇറങ്ങിപ്പോകുന്നു. ശാപത്തിന്റെ ലക്ഷണങ്ങൾ ഇറങ്ങിപ്പോകുന്നു. ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ ഇറങ്ങിപ്പോകുന്നു. നീ കുടിക്കുന്ന പച്ചവെള്ളത്തിന് പോലും ഇന്ന് വൈകുന്നേരം തൊട്ട് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകാൻ പോവുകയാണ്. പ്രതികരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എത്ര പേർക്ക് ഈ ദൂതരാമയം പറയാൻ കഴിയും? പക്ഷേ ഈ വാക്കൊന്ന് കൈ ഉയർത്തി രാമയം പറഞ്ഞേക്കണം. നീ ഒരു അനുഗ്രഹമാകും. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, ഞാൻ ഒരു കൈയൊന്ന് ഉയർത്തി എന്ന് പറഞ്ഞേ, ഞാൻ ഇത് ഈ തലം തുറക്കുകയാണ്. നീ കാരണം ചില സ്ഥാപനങ്ങൾ രക്ഷപ്പെടും. നീ കാരണം ഒരു ദേശം അനുഗ്രഹിക്കപ്പെടും. പ്രഭാതന ഞാൻ ഈ ദൂത്
പറയാൻ നിന്നതല്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഞാനിങ്ങനെ വണ്ടിയിലോട്ട് എടുക്കുമ്പോൾ പ്രിയ കർത്താവദാസൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശം ഒരു കാലിയായ പ്ലേസ് ആയിരുന്നു. ഇവിടെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു സഭ വന്നു, ഇവിടെ ആരാധന തുടങ്ങി, പ്രവാചകന്മാർ വന്നു പറഞ്ഞു, ഈ ദേശത്ത് അനേകം അനുഗ്രഹങ്ങൾ ഉണ്ടാകും, അനേകം ഫ്ലാറ്റുകൾ ഉണ്ടാകും, അനേകം പ്ലേസുകൾ ഉണ്ടാകും. ഈ കാട് പിടിച്ച സ്ഥലം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചെങ്കിൽ അർത്ഥം ഞാൻ പറയാം, ഒരു അനുഗ്രഹമാകും. അതിൻ്റെ അടയാളമായൊരു മഴ, ഒരു സ്പിരിച്വൽ റെയിൻ, ഒരു മഴ ഇതിനകത്ത് പെയ്യട്ടെ. കൈയടിച്ച് ഒരു 60 സെക്കൻഡ് കൂടെ ഞാനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു വാക്കൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ ദൂതനെ വെച്ച് കർത്താവിന്റെ ദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്ന് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എവിടെങ്കിലും ഒരു തടസ്സമോ, ഒരലച്ചിലോ, ഒരു വലച്ചിലോ, ഒരു വിടുതൽ കിട്ടാതെ നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നീണ്ട ദിവസങ്ങളിൽ വലച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ ഈ സമയം കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇൻ ജീസസ് നെയിം. എനിക്ക് ദൂത് പറയാൻ നല്ല ധൈര്യവും ബലവും പ്രാഗൽഭ്യവും കർത്താവ് തരികയാണ്. പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല, സമയം പോയി. പക്ഷെ ഒരാളുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. സഹോദരന്മാർ ഇങ്ങോട്ട് നിന്നാട്ടെ, കൈ ഉയർത്തി നിന്നാട്ടെ. നിങ്ങൾ വിശ്വസിക്കുക, അറിയാൻ പറ്റുന്നൊരു മാറ്റം നിങ്ങളിൽ നടക്കും. നിങ്ങൾ ഒരു ടെസ്റ്റിമണി പറയേണ്ടി വരും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. ഏത് മേഖലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് മേഖലയിലും ആ വലിയ ദൈവപ്രവൃത്തിയുടെ കരം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ 100 വട്ടം നീ ഫയൽ കൊടുത്തിട്ട് കിട്ടാത്ത മേഖലകളിൽ എൻ്റെ ദൈവത്തിന് ഈസി ആയിട്ട് തുറക്കാൻ കഴിയും. നീ 1000 പ്രാവശ്യം ഡോക്ടറിനെ കണ്ടിട്ട് നടക്കാത്തത് എൻ്റെ ദൈവത്തിന് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. 1, 2, 3, 4, 5, 6, 7, 8 പേരെ ഞാൻ കാണുന്നു. 8, 2, 10 പേര് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഈ 10 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൈകളും ഉയർത്തിപ്പിടിച്ച് ആൻറ്റി ഒന്ന് വന്ന് പുറകോട്ട് നടന്നേ. ആ ബാക്കിൽ 2 സഹോദരിമാരിയിരിക്കുന്നു. അവരെ ഒന്ന് കൈ പിടിച്ച് എഴുന്നേപ്പിച്ച്, ആ മോള ആ ബ്ലൂ നീല മഞ്ഞ ഷോളിട്ട ഈ മോളെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്തി പ്രാർത്ഥിച്ച് അവളെ ഒന്ന് കൈവച്ച്. ഒരു വലിയ ശാപത്തിൻ്റെ കുരുക്ക്, ജനറേഷണൽ കേഴ്സ്, അത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ നിന്റെ വീടിനകത്ത് ഇപ്പോൾ അത് സംഭവിക്കട്ടെ. എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും കൈകൾ. ജനറേഷണൽ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു പാസ്റ്ററെ പ്രാർത്ഥിച്ചോ. ജനറേഷണൽ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഒരു സ്പിരിച്വൽ റെയിനകത്ത് പെയ്യട്ടെ. പ്രാർത്ഥിച്ചു. ഇന്ന് കുന്നംപറം പോലുള്ള ചില പ്രശ്നങ്ങൾ, ഒരു പച്ചപ്പ് കാണാത്ത ചില പ്രശ്നങ്ങളുടെ മേൽ ദൈവകരം ചലിക്കും. ദൈവകരം ചലിക്കും. ഇതിനകത്ത് രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. സൗഖ്യമാക്കും. മെഡിസിനുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് കർത്താവിന് ചെയ്യാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ആ കൈ ഒന്ന് ഉയർത്തി വാ തുറന്ന് പറഞ്ഞേ,